അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോവാൻ നിൽക്കുമ്പോണ്ട് മുന്നിൽ കരഞ്ഞുകൊണ്ട് ധർമ്മപുത്രൻ നിൽക്കുന്നു. ഭാഗവതം പറയുന്നു, ഭഗവാൻ ഉപദേശിച്ചു നോക്കി, എന്തിനാ ധർമ്മപുത്ര നീ കരയുന്നത്? നീ ധർമ്മം ചെയ്തില്ലേ? യുദ്ധമൊക്കെ വിജയിച്ചല്ലോ, രാജ്യഭാരം ഏറ്റെടുക്കൂ നീ, അതാണ് നിന്റെ ധർമ്മം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചുവെങ്കിലും ആ ധർമ്മപുത്രന്റെ മനസ്സ് മാറിയില്ല. അയാൾ പറയാണ്, ഞാൻ ചതിച്ചു കൊന്നു എന്റെ ഗുരുനാഥനെ. ആ യുദ്ധക്കളത്തിൽ വെച്ച് അശ്വത്ഥാമാന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് കുഞ്ചരാന്നൊക്കെ പറഞ്ഞപ്പോഴല്ലേ അയാൾ വീണുപോയത്, അപ്പോഴല്ലേ കൊന്നത്. അതുപോലെ ഭീഷ്മാചാര്യരെ ചതിച്ചു കൊന്നതാണ്. ഭീഷ്മാചാര്യര് അങ്ങനെയൊന്നും തോറ്റിട്ടുണ്ടായിരുന്നില്ല. ഭീഷ്മാചാര്യോട് നേരിട്ട് ചോദിക്കുക, ഇത് എങ്ങനെയാ മുത്തശ്ശ നിങ്ങളെ കൊല്ലേണ്ടതെന്ന്. മുത്തശ്ശൻ വഴി പറഞ്ഞു കൊടുത്തു. അങ്ങനെ മുത്തശ്ശൻ അങ്ങനെയാ വീഴ്ത്തിയത്. ഇങ്ങനെയൊക്കെ ചതിച്ചു കൊന്ന ഞാൻ ഈ രാജ്യം ഭരിക്കേ, അവരുടെയൊക്കെ രക്തം പുരണ്ട ഭൂമി ഞാൻ ഭരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ദുഃഖിതനായിട്ട് രാജ്യം ഭരിക്കാതെ നിന്നപ്പോ ഭഗവാന് തോന്നി ഈ ധർമ്മപുത്രനെയും കൊണ്ട് ഭീഷ്മാചാര്യന്റെ അടുത്തേക്ക് പോകണമെന്ന്. കൂർത്തമൂർത്ത ശരങ്ങളുടെ മുകളിൽ മലർന്നു കിടന്നുകൊണ്ട് ദൂരയിൽ നിന്നും കൃഷ്ണനെ കണ്ടപ്പോ കണ്ണിൽ കണ്ണുനീര് ചൊരിഞ്ഞുകൊണ്ട് ആ ഭീഷ്മാചാര്യൻ കൈകൂപ്പി, കൈകളെ കൊണ്ട്, കൈകളൊന്നും അനക്കാൻ വയ്യ, മനസ്സുകൊണ്ട് കൈകൂപ്പി നമസ്കരിച്ചു. ആ സമയത്ത് കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് വരുന്നത് കണ്ടപ്പോ ധർമ്മപുത്രൻ തെറ്റിദ്ധരിച്ചു പിതാമഹൻ കരയുന്നതിന് കാരണം ഞാനാണെന്ന്. അടുത്തു വന്നപ്പോ സന്തോഷാശ്രുക്കളാൽ കൃഷ്ണനെ നോക്കിക്കൊണ്ട് ധർമ്മപുത്രന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഉണ്ണി, ഞാൻ കരയുന്നത് ദുഃഖം കൊണ്ടോ വേദന കൊണ്ടോ ഒന്നും അല്ല, നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. നീ വിചാരിച്ചിട്ടുണ്ടാവും നീ ശരശയ്യയിൽ എന്നെ കടത്തിയോണ്ട് ശരീരം മുഴുവൻ ചോരയൊക്കെ പോയി നീരി വേദനിക്കണമെന്ന്. എനിക്ക് അങ്ങനെയൊന്നും വേദനയില്ല. ഞാൻ വേദനിക്കാനുള്ള കാരണം, എനിക്ക് വേദനിക്കാനുള്ള കാരണം നിന്റെ അവസ്ഥ ഓർത്ത് ദുഃഖിച്ചു പോയതാ ഉണ്ണി. എന്താ എന്റെ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധർമ്മപുത്രന്റെ അവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ, നിന്നെ പോലെ ഭാഗ്യം ആർക്കാ ഉണ്ടാവോ ഉണ്ണി? ജനിച്ചതേ ധർമ്മമൂർത്തിയായിരുന്നു. നിനക്ക് ചെറുപ്പത്തിലേ അറിയാം എന്താണ് ധർമ്മം അധർമ്മം എന്നുള്ളത്. ആർക്കും നിന്റെ മനസ്സിനെ മാറ്റിയെടുക്കാൻ സാധിച്ചില്ല. നിനക്ക് ശരിയും തെറ്റും ചെറുപ്പത്തിലേ തിരിച്ചറിയാൻ സാധിച്ചവനാണ് നീ. എനിക്ക് അത്രയൊന്നും കഴിവുണ്ടായിരുന്നില്ല. നിനക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ സാധിച്ചതുപോലെ എനിക്ക് ആ കഴിവൊന്നും തോന്നിയിട്ടില്ല അവരെ. ഞാൻ അതുകൊണ്ടല്ലേ കൗരവ പക്ഷത്ത് നിന്നത്. അധർമ്മം അവരുടെ പക്ഷത്തായിട്ടും എത്രയോ അധർമ്മികളായിട്ടും ഞാൻ അവർക്ക് വേണ്ടി കൂട്ടുനിന്നോ പ്രിയാണ്. ഇനി രണ്ടാമത്, നിനക്ക് കിട്ടിയ സഹോദരന്മാരോ എല്ലാം പറഞ്ഞ അനുസരിക്കുന്ന സഹോദരന്മാര്. ഭീമൻ ശക്തനാണെങ്കിലും നീ പറഞ്ഞതിനപ്പുറമൊന്നും ഭീമൻ ചെയ്യില്ല. അർജുനൻ വലിയ അസ്ത്രവിദഗ്ധനാണെങ്കിലും നീ പറയുന്നത് അനുസരിക്കുക, അതൊരു ഭാഗ്യം തന്നെയാണല്ലോ. മൂത്ത ആള് പറഞ്ഞത് അനുസരിക്കുക മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത് സാധ്യമല്ല. അങ്ങനെ നിനക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗ്യങ്ങളൊക്കെ പോട്ടെ, അതിനേക്കാൾ പരമഭാഗ്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ അവതരിച്ചിരിക്കുന്ന സാക്ഷാൽ നാരായണമൂർത്തി നിനക്ക് നിന്റെ കൂടെ സുഹൃത്തായിട്ട് നടക്കണമെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ അപ്പുറം എന്താ ഭാഗ്യം വേണ്ടത്? പക്ഷെ ഈ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നിന്റെ അവസ്ഥ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? എത്ര ധർമ്മസുതോ രാജാം ഗദാപാണിർഭുഗോദര കൃഷ്ണോസ്തി കാണ്ഡീവം ചാവം സുഹുൽ കൃഷ്ണ തതോ വിപത്ത്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നീ ദുഃഖിക്കുന്നു എന്ന് കാണുമ്പോ ഉണ്ണി, ഇനി നിന്നെ രക്ഷിക്കാൻ ആർക്കാ സാധിക്കാന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ വേദനിച്ചു പോയതാണ്. കൂടെ ഭഗവാനുണ്ട്, അനുജന്മാരുണ്ട്, അനുസരിക്കുന്നവര്, നീ ധർമ്മമൂർത്തിയാണ്, എല്ലാം ഉണ്ടായിട്ടും പോസിറ്റീവായിട്ട് നിന്നിട്ടും നീ ദുഃഖിക്കുന്നു പറഞ്ഞാൽ ഇനി ആരാക്കാൻ നിന്നെ രക്ഷിക്കാൻ പറ്റുക? നമുക്ക് ആലോചിച്ച് നോക്കൂ. നമുക്ക് അമ്പലമുണ്ട്, അതുപോലെ എങ്ങനെയൊക്കെ സത്സംഗങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും എന്നിട്ടും നമ്മൾ ദുഃഖിക്കുന്നു പറഞ്ഞാൽ ഇനി ആർക്കാ നമ്മളെ രക്ഷിക്കാൻ പറ്റുക? മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെയൊക്കെ വിഷമങ്ങൾ അങ്ങനെയാണ്. എല്ലാം ഉണ്ടായിട്ടും നമ്മളിരുന്ന് കരയണോ പറയാണ്. ഒന്നും ഇല്ലാത്തവരുടെ കാര്യം ആലോചിച്ച് നോക്കും, ഒന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിലായിരിക്കാം. നമ്മളെല്ലാം ഉണ്ടായിട്ട് കരയണോ പറഞ്ഞാൽ ഒരു വീട്ടിലൊരു ഉണ്ണിയുടെ കഥ പറഞ്ഞ പോലെയാണ് നമ്മുടെ അവസ്ഥ. ആ വീട്ടിലാ ചെറുപ്പക്കാരൻ്റെ ഒരു 10-30 വയസ്സുള്ള ആൾ, അയാളിങ്ങനെ ഇരുന്ന് കരയുണ്ട്. ചോദിച്ചു, എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് എന്ന്. പറഞ്ഞു, എന്റെ അച്ഛൻ മരിച്ചു എന്ന്. അച്ഛൻ മരിക്കാന്ന് പറഞ്ഞാൽ പ്രായമായി കഴിഞ്ഞാൽ എല്ലാവരും മരിക്കില്ല, അതിലൊക്കെ അത്ര കരയാനുണ്ടോ എന്ന്. എനിക്ക് അതിലെല്ലാം വേദന. പിന്നെ എന്തിനാ വേദന? അച്ഛൻ മരിക്കുമ്പോൾ എന്റെ പേരിൽ 2 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാ പോയതെന്ന്. ഭഗവാനല്ലേ, ഇന്നത്തെ അച്ഛന്മാർക്കൊന്നും ആ ബുദ്ധി തോന്നാറില്ല. എന്റെ അച്ഛൻ അങ്ങനെ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയല്ലോ, 2 ലക്ഷം നിന്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പോവാൻ. നീ ഭാഗ്യവാനല്ലേ, സന്തോഷിക്കല്ലേ വേണ്ട, അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്തുവല്ലോ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് അതിലല്ല ദുഃഖമുള്ളത്. പിന്നെയോ എന്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ അമ്മ മരിച്ചതിലാണെന്ന്. അമ്മ മരിച്ചാൽ
വളരെ ദുഃഖം തന്നെയാണ്. എന്നാ അമ്മ മരിച്ചത്? ഇല്ല, 2 ആഴ്ച മുമ്പ് എന്റെ അമ്മ മരിച്ചു. അത് വേദന തന്നെയാണ്. കാരണം അച്ഛനേക്കാൾ സ്നേഹബന്ധം എന്തായാലും അമ്മയോടുണ്ടാവുന്നത്. പക്ഷെ അതിനല്ല എനിക്ക് ദുഃഖം എന്ന്. പിന്നെന്തിനാ ദുഃഖം? അമ്മ മരിക്കുന്നതിന് മുമ്പ് പറമ്പും വീടൊക്കെ എന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. ഇനി എന്താ, വീട്ടിൽ പ്രശ്നമില്ലല്ലോ, എല്ലാം എന്റെ പേരിൽ എഴുതി വെച്ചില്ലേ? അല്ലെങ്കിൽ നീ കോടതിയിലൊക്കെ പോയിട്ട് അത് ശരിയാക്കി എടുക്കണ്ടേ? അപ്പൊ നീ ഭാഗ്യം ചെയ്തവനാണ്, അതുകൊണ്ട് ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന്. എനിക്ക് അതിലും അല്ല ദുഃഖം എന്ന്. പിന്നെന്തിനാ ദുഃഖം? എന്റെ മുത്തശ്ശനും മരിച്ചു കഴിഞ്ഞ മാസം. അതിലൊക്കെ എന്താ ദുഃഖിക്കായിരിക്കാൻ? അമ്മ മരിച്ചതിനേക്കാൾ അപ്പുറം നല്ലല്ലോ മുത്തശ്ശൻ മരിച്ചത്. ഇല്ല, മുത്തശ്ശൻ മരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ സ്വത്ത് എന്റെ പേരിൽ എഴുതി വെച്ചു എന്നാണ്. ഇവിടെ നിന്നെ പോലെ ഭാഗ്യം ചെയ്തവരാരായി ഈ ലോകത്തിലുണ്ട്? ഇതൊക്കെ അവർ എഴുതി വെച്ചിട്ടാണല്ലോ മരിക്കുന്നത്. നീ ഭാഗ്യവാനാണെന്ന്. പക്ഷെ ഞാൻ അതിലൊന്നും അല്ല ദുഃഖിക്കുന്നത്. പിന്നെന്തിനാ ദുഃഖിക്കുന്നത്? ഇനി ആരും എഴുതി വെക്കാനില്ലല്ലോ എന്ന് ഓർത്തിട്ടാ ദുഃഖം. അത് തല്ല് കിട്ടാത്ത ദുഃഖം നിനക്ക്. ഇത്രയൊക്കെ എഴുതി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇനി നീ ദുഃഖിക്കുന്നു പറഞ്ഞാൽ, ഇതുപോലെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് എല്ലാം ഉണ്ടായിട്ട് നമ്മളിരുന്ന് കരയണോ പറഞ്ഞാൽ, വേദനിക്കണോ പറഞ്ഞാൽ, കംപ്ലൈന്റ് ചെയ്യണോ പറഞ്ഞാൽ പിന്നെന്താ ചെയ്യാനുള്ളത്? അതുകൊണ്ട് ഞാൻ നിന്റെ കാര്യം ഓർത്ത് കരഞ്ഞു പോവാണ്. കാരണം നീ ഈ കൃഷ്ണനെ സുഹൃത്തായി കൊണ്ടു നടക്കുമ്പോഴും വാസ്തവത്തിൽ നീ അറിയുന്നില്ല ആരായി കൃഷ്ണന്. നീ ഒരു ബന്ധുവായി, അമ്മ അവന്റെ പുത്രനായി, സാരഥിയായി, സഖാവായിട്ടൊക്കെ കൊണ്ടു നടക്കുന്ന കൃഷ്ണനുണ്ടല്ലോ, ഇതൊന്നും അല്ല ഉണ്ണി. പിന്നെയോ, യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം അകരോ സജീവം ദൂരം സൗഹൃദാതസാരഥിം യേശ വൈ ഭഗവാൻ സാക്ഷാലാദ്യോ നാരായണ പുമാൻ മോഹയൻ മായാലോകം ഗൂഢശ്ചരതി വിഷ്ണിഷു. പറയണോ, നീ അമ്മാവന്റെ പുത്രനായിട്ടും സാരഥിയായിട്ടും സുഹൃത്തായിട്ടൊക്കെ കൊണ്ടു നടക്കുന്ന കൃഷ്ണനുണ്ടല്ലോ, യേശ വൈ ഭഗവാൻ സാക്ഷാൽ ഭഗവാനാണുണ്ണി. എല്ലാവരുടെയും ഹൃദയത്തിലിരുന്ന് എല്ലാവരെയും എല്ലാവരാക്കി തീർക്കുന്ന ശക്തിയാണെന്ന് നീ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഈ കൃഷ്ണനെ നിനക്ക് മനസ്സിലാവാത്തതെന്ന്. കേവലം ഒരു വ്യക്തിയായിട്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു വിഗ്രഹമായിട്ട് നമ്മൾ കൃഷ്ണനെ കണ്ടതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നാ പറയുന്നത്. ഭഗവാൻ തന്നെ ഗീതയിൽ വളരെ വിഷമത്തോടുകൂടി പറയും. 9ാമത്തെ അധ്യായം എടുത്താൽ ഗീതയിൽ നിങ്ങൾക്ക് കാണാം ഈ ശ്ലോകം. അവജാനന്തി മാമൂഢാ മാനുഷിം തനുമാശ്രിതം പരം ഭാവമജാനന്ദ മമ ഭൂതമഹേശ്വരം. അവജാനന്തി മാം മൂഢാഹ, മൂഢന്മാര് എന്നെ മനസ്സിലാക്കുന്നില്ല അർജുന. അവരെങ്ങനെയാ മനസ്സിലാക്കുന്നത്? കേവലം മാനുഷ്യൻ തനും ആശ്രിതം, മനുഷ്യന്റെ രൂപമെടുത്തൊരു വിഗ്രഹത്തിൽ ശംഖചക്ര കഥകൾ ധരിച്ചിരിക്കുന്ന ഒരാളായിട്ട് അവരെന്നെ കാണുന്നു എന്നാണ്. എങ്ങനെ കാണുന്നില്ല? പരംഭാവമജാനന്ദ, എന്റെ പരമമായ ഭാവം കാണുന്നില്ല. എന്താ പരമമായ ഭാവം എന്ന് പറഞ്ഞാൽ? സർവഭൂതമഹേശ്വരം, ഞാൻ സർവഭൂതങ്ങളിലും ഈശ്വരനായിട്ടിരിക്കുന്നു. അവരെയൊക്കെ ഞാനാണ് ആളാക്കി തീർക്കുന്നതെന്ന് അവരറിയുന്നില്ല. അതിനൊരു ഭാഗ്യം വേണമെന്ന് പറയാണ്. അപ്പൊ അപ്രകാരം ഭഗവാനെ നമ്മളിലുണ്ടെന്നും കൂടെയുണ്ടെന്നും മനസ്സിലാക്കാതെ ജീവിച്ചതുകൊണ്ടാണ് ഉണ്ണി നിനക്ക് ഇങ്ങനെയൊക്കെ വേദന എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ നേരെ നിന്ന് നോക്കി ചിരിച്ചു. ഭഗവാൻ പറഞ്ഞു, അവിടുന്ന് ധർമ്മപുത്രന് വേണ്ട ഉപദേശമൊക്കെ ഒന്ന് കൊടുക്കണമെന്ന്. അങ്ങനെ അവിടെ വെച്ച രാജധർമ്മം, ദാനധർമ്മം, മോക്ഷധർമ്മം, ഭക്തി തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭീഷ്മാചാര്യൻ ശരശൈലുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് സ്ത്രീധർമ്മം പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് പാഞ്ചാലി ഒന്ന് ചിരിച്ചു എന്നാണ്. പാഞ്ചാലി ചിരിച്ചവൻ പറഞ്ഞു, പാഞ്ചാലി ഇങ്ങനെയൊന്നും ചിരിക്കാൻ പാടില്ല, സഭയിൽ സ്ത്രീകൾ അതാണല്ലോ കലഹത്തിന് കാരണമൊരുക്കുന്നത് എന്ന്. ആ സമയത്ത് പാഞ്ചാലി ചോദിക്കുകയാണ്, അല്ല പിതാമഹ, അങ്ങ് സ്ത്രീകളോട് രാജാവ് എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ളതൊക്കെ എന്റെ ആര്യപുത്രന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ അന്ന് വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് ഈ ധർമ്മമൊന്നും അങ്ങ് പറയുന്നത് ഞാൻ കേട്ടില്ലല്ലോ എന്ന്. ആ നിറഞ്ഞ സഭയിൽ വെച്ച ദുശാസനൻ ഞാൻ പുറത്തായ സമയത്ത്, ഒരു സ്ത്രീ പുറത്തു വരാൻ പാടില്ലാത്തൊരു സമയത്ത് വലിച്ചഴച്ച് കൊണ്ടുവന്ന് എന്റെ സാരി വലിച്ചു മാറ്റുമ്പോ അങ്ങ് ഈ ധർമ്മങ്ങളൊന്നും പറയാതെ നോക്കിയിരുന്നുവല്ലോ, അന്നതെന്താ ഒന്നും പറയാതിരുന്നത് എന്ന് പറഞ്ഞപ്പം ഭീഷ്മാചാര്യൻ കണ്ണുകൾ അടച്ചിട്ട് പറഞ്ഞു, ദേവി പറഞ്ഞത് വളരെ ശരിയാണ്. അന്ന് എനിക്കിത് പറയാൻ പറ്റാത്തതിന് കാരണം ദുര്യോധനന്റെ ചോറ് കഴിച്ച് എന്റെ രക്തം ദുഷിച്ചു പോയിരുന്നു ദേവി. ഇന്ന് അർജുനന്റെ അസ്ത്രമേറ്റ് ആ ദുഷിച്ച രക്തമൊക്കെ വാർന്നുപോയി. എന്റെ ശരീരവും മനസ്സും ഇന്ന് പരിശുദ്ധമാണ്. അതുകൊണ്ട് ഇന്നിതെനിക്ക് പറയാനുള്ള യോഗ്യതയുണ്ടായിരുന്നു. അന്ന് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ പറയാനുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല. പ്രിയന, മനസ്സിലാവുണ്ടോ? ഇത് രണ്ടും ഉണ്ടാവണം എന്നാണ്. അറിവും ഉണ്ടാവണം, പറഞ്ഞു കൊടുക്കാനുള്ള യോഗ്യത ഉണ്ടാവണം. ഇന്നിപ്പോ വീടുകളിലതാ ഇല്ലാത്തത്.
എല്ലാവരും ഉപദേശിക്കാനുള്ള അറിവുണ്ട്, പക്ഷെ യോഗ്യത നമുക്കാർക്കും പോരാന്ന് പറയാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവർ അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്തത്. അപ്പോ അങ്ങനെ യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണ് അന്നത് പറഞ്ഞിട്ട് മനസ്സിലാവാഞ്ഞത്. ഏതായാലും അത് കേട്ടപ്പോഴേക്കും ദേവിയും കണ്ണുകൾ വെള്ളം നിറച്ചു. കാരണം എത്ര മഹത്വമാർന്ന വ്യക്തിത്വമാണ് ഈ ഭീഷ്മപിതാമഹൻ എന്ന് കണ്ട് അവിടെ വെച്ചിട്ട് അവസാനം ധർമ്മപുത്രക്ക് ഭക്തിയുണ്ടാവാൻ, ഭഗവാനിലേക്ക് മനസ്സുയർത്താൻ വിഷ്ണു സഹസ്രനാമം കൂടി പറഞ്ഞു കൊടുത്തു എന്നാണ്. പിന്നീട് ഭഗവാനെ നോക്കിക്കൊണ്ട് അതാ ഭീഷ്മപിതാമഹൻ തന്റെ അവസാനത്തെ യാത്രയ്ക്ക് തയ്യാറാവുന്നു. ഉത്തരായണ സമയം തുടങ്ങുന്ന ജനുവരി മാസം 15-ാം തീയതി 14-ാം തീയതി ആ സന്ധ്യാസമയത്ത് അവിടെ വെച്ച് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ആ ഭീഷ്മപിതാമഹൻ അവസാനമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നൊരു സ്തുതിയുണ്ട്. വളരെ മനോഹരമായ സ്തുതി. ഭഗവാനോട് പറയാണ്, ഞാൻ കൗരവപക്ഷത്ത് ചേർന്ന് ധർമ്മിഷ്ഠരായ പാണ്ഡവന്മാർക്കും അങ്ങയ്ക്കും നേരെ യുദ്ധം ചെയ്യുമ്പോഴും ഭഗവാനെ എന്നോട് പരമകാരുണ്യം കാണിച്ച് യുദ്ധക്കളത്തിൽ വന്നില്ലേ അങ്ങ്? ഈ ശരീരം ഉപേക്ഷിക്കാൻ നേരത്ത് കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടല്ലേ അങ്ങ് ഇവിടെ എത്തിച്ചേർന്നത്? ഞാൻ എന്ത് പുണ്യമാണ് അതിന് ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ഭാഗ്യവാനാണ്, കൃതാർത്ഥനാണ്. എന്റെ ശരീരം ഉപേക്ഷിക്കാൻ നിൽക്കുന്ന സമയത്ത് അങ്ങേ കാണാൻ എനിക്ക് സാധിച്ചുവല്ലോ എന്ന് പറഞ്ഞിട്ട് ഗോപികമാരുടെ ഒരു ഭക്തിയുണ്ടല്ലോ ഭഗവാനെ. ഭർത്താവുണ്ടായിട്ടും മക്കളുണ്ടായിട്ടും എല്ലാം ഉണ്ടായിട്ടും കൃഷ്ണനാണ് സർവസ്വമെന്ന് മനസ്സിലാക്കി ആ കൃഷ്ണഭക്തിയിൽ, കൃഷ്ണഗീതയിൽ മനസ്സിനെ അലിയിപ്പിച്ച ഗോപികമാരുടെ ഭക്തിയുണ്ടല്ലോ, അത് തന്നെ അനുഗ്രഹിക്കൂ. ജീവിതത്തിൽ അതാണ് പരമസമ്പത്തെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞ് ഭഗവാൻ യുദ്ധക്കളത്തിൽ അർജുനന്റെ സാരഥിയായിട്ട് നിൽക്കുന്ന ഒരു ചിത്രമുണ്ടല്ലോ, പാർത്ഥസാരഥിയുടെ ചിത്രം. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ആ ചിത്രം മനസ്സിലെപ്പോഴും തെളിയണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ട് ശിശുപാലനോട് നേരെ കാണിച്ചൊരു കാരുണ്യമുണ്ടല്ലോ, അതൊക്കെ എന്നിലും ചൊരിയണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ട് ഭഗവാനെ കണ്ടുകൊണ്ട് അതാ ശരീരം ഉപേക്ഷിക്കുന്നു ഭീഷ്മപിതാമഹൻ. ഇപ്രകാരം സന്ധ്യാസമയത്ത് സ്വച്ഛന്ത മൃത്യു എന്ന വരം കൈവരിച്ച അദ്ദേഹം സ്വയം കണ്ണുകൾ അടച്ചുകൊണ്ട് കൃഷ്ണനെ നോക്കിക്കൊണ്ട് അവസാനത്തെ ശ്വാസം വലിച്ചു എന്നാണ്. അങ്ങനെ ഈ ഭാരതഭൂമിയെ പവിത്രമാക്കിയ ഒരു ഭക്തോത്തമനായിരുന്നു ഭീഷ്മാചാര്യൻ. ഇനി നമുക്ക് ഭീഷ്മാചാര്യനെ കാണാൻ സാധിക്കും. ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം പറയുമ്പോൾ ഉദ്ധവർ ചോദിക്കും ഭക്തിയെക്കുറിച്ച്. ആ സമയത്ത് ഭഗവാൻ പറയും, ഉദ്ധവരെ ഭക്തിയെക്കുറിച്ച് പറയാൻ യോഗ്യനായിട്ടുള്ള വ്യക്തി ഭീഷ്മപിതാമഹനാണ്. അതുകൊണ്ട് ഭീഷ്മപിതാമഹൻ പണ്ട് ധർമ്മപുത്രന് പറഞ്ഞു കൊടുത്ത കാര്യം അങ്ങേക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ. അതിനുശേഷം പിന്നെ 10ഉം 11ഉം അധ്യായങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോകുന്ന രംഗങ്ങളാണ്. അതിനുശേഷം പിന്നെ 13ാമത്തെ അധ്യായം വിതുരന്റെ തിരിച്ചുവരവാണ്. അതിനുശേഷം 14ഉം 15ഉം 16ഉം അധ്യായങ്ങൾ ഭഗവാൻ ദ്വാരകയിൽ പോയതിനു ശേഷം ഒരു ദിവസം അർജുനൻ പോവുകയാണ് ഭഗവാനെക്കുറിച്ച് അറിയാനും മറ്റുമൊക്കെ ആയിട്ട്. അങ്ങനെ അവിടെ ചെന്ന് ഭഗവാനെക്കുറിച്ച് അറിഞ്ഞ് തിരിച്ചു വരുന്നില്ല. 6 മാസമായി അർജുനൻ പോയിട്ട്. ഇവിടെയാണെങ്കിലോ ദുർനിമിത്തങ്ങളും പല ദുരന്തങ്ങളും ദുഃഖങ്ങളും കാണുന്നു. ധർമ്മപുത്രർക്ക് മനസ്സിലായി എവിടെയൊക്കെയോ എന്തൊക്കെയോ താളം തെറ്റിയിട്ടുണ്ട് എന്ന്. വാസ്തവത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ച് കാലം കുറയായി. അതിനുശേഷമാണ് അർജുനൻ തിരിച്ചു വരുന്നത്. വിതുരൻ അറിയാമായിരുന്നു വിതുരർക്ക്, പക്ഷെ ഇതൊന്നും പറഞ്ഞു കൊടുത്തില്ല ധർമ്മപുത്രർക്ക്. കാരണം താങ്ങാനുള്ള മനസ്സ് അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോഴിതാ ഭീമനോട് പറയാണ്, ഉണ്ണി നീ ഒന്ന് പോയി നോക്കുക, അർജുനനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭീമൻ തയ്യാറായിട്ട് നിൽക്കുമ്പോഴാണ് അർജുനന്റെ തിരിച്ചുവരവ്. ഗാണ്ഡീവവുമായി പോയ അർജുനൻ ഗാണ്ഡീവമില്ലാതെ തളർന്ന മനസ്സോടുകൂടി, ദുഃഖിക്കുന്ന മനസ്സോടുകൂടിയിട്ട് കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ട് കടന്നു വരുമ്പോ ധർമ്മപുത്രൻ ചോദിക്കും, എന്താ ഉണ്ണി, ദ്വാരകയിൽ കൃഷ്ണന് സുഖം തന്നെയല്ലേ? അവിടെ വസുദേവർക്കും ദേവകീ ദേവിക്കും സുഖം തന്നെയല്ലേ? അവിടെ രുക്മിണി തുടങ്ങിയിട്ടുള്ളവർക്കൊക്കെ ദേവിമാർക്കൊക്കെ സുഖം തന്നെയല്ലേ? പ്രദ്യുമ്നാദികൾക്കൊക്കെ സുഖം തന്നെയല്ലേ? എന്താ ഉണ്ണി നീ ഒന്നും പറയുന്നില്ല? ബലരാമസ്വാമിക്ക് സുഖം തന്നെയല്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോ പൊട്ടി കരഞ്ഞുകൊണ്ട് 15ാം അധ്യായത്തിൽ അർജുനൻ മറുപടി പറയാണ്, വഞ്ചിതോഹം മഹാരാജ ഹരിനാബന്ധുരൂപിണാം യേനമേ അപഹൃതത്തേജോ ദേവവിസ്മാപനം മഹൽ. വഞ്ചിതോഹം മഹാരാജ, മഹാരാജാവേ, ഞാൻ വഞ്ചിക്കപ്പെട്ടു. എന്റെ ബന്ധുവായ പരമമിത്രമായ കൃഷ്ണൻ
എന്നോടൊരു വാക്കുപോലും പറയാതെ സ്വന്തം ശരീരം ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നെ കാത്തിരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. എല്ലാ സ്നേഹബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് കൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ചിരിക്കുന്നു. കുലം മുഴുവൻ നശിച്ചിരിക്കുന്നു. ഏതൊരു കൃഷ്ണന്റെ കാരുണ്യത്താലാണോ മഹാഭാരത യുദ്ധത്തിൽ ഞാൻ തളർന്നപ്പോ ആ തളർച്ചയിൽ നിന്നും ഉണർന്നുകൊണ്ട് സടകുടഞ്ഞ് എണീറ്റ് എന്റെ ധർമ്മം എനിക്ക് അനുഷ്ഠിക്കാൻ സാധിച്ചത്, ഏതൊരു ഭഗവത് കാരുണ്യത്താലാണോ ഈ ധർമ്മപുത്ര ജ്യേഷ്ഠ നിനക്ക് രാജസൂയം ചെയ്യാൻ സാധിച്ചത്, ഏതൊരു ഭഗവത് കാരുണ്യത്താലാണോ പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിൽ നിന്ന് മുക്തയായത്, ഏതൊരു ഭഗവത് കാരുണ്യത്താലാണോ നമ്മുടെ ഭീമസേന എന്ന ഭീമന്റെ ജ്യേഷ്ഠന് ജരാസന്ധനെ വധിക്കാൻ സാധിച്ചത്, ആ കൃഷ്ണൻ ഇന്ന് നമ്മുടെ ആരുടെയും കൂടെ ഇല്ല. അദ്ദേഹം ശരീരം വിട്ടു പോയിരിക്കുന്നു. കുലമെല്ലാം തകർന്ന് തരിപ്പിണമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഭഗവാന്റെ ദേഹവിയോഗത്തെക്കുറിച്ച് അവിടെ വെച്ച് പറഞ്ഞു, ഭഗവാനെ എത്ര പ്രാവശ്യം ഞാൻ അങ്ങേ കളിയാക്കി, എത്ര പ്രാവശ്യം എന്നെയും അവിടുന്ന് കളിയാക്കി. ഞാനിതൊക്കെ ഒരു സത്യമാണെന്ന് കരുതി ഒരു ദിവസം അങ്ങില്ലാത്ത ലോകം വരുമെന്ന് സ്വപ്നം കാണാൻ അന്നെനിക്ക് സാധിച്ചില്ല. ഇന്നിതാ ലോകം വന്നിരിക്കുന്നു. അങ്ങ് ശാരീരികമായി ഇല്ലാത്തൊരു ലോകത്തിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ അർജുനന്റെ മനസ്സ് അല്പനേരം കൊണ്ട് അന്ന് മഹാഭാരത യുദ്ധത്തിൽ വെച്ച് പറഞ്ഞ ഭഗവത്ഗീതയിലേക്ക് കടന്നുപോയി എന്നിവിടെ 29, 30 തുടങ്ങിയ ശ്ലോകങ്ങളിലൂടെ വ്യാസര് പറഞ്ഞു വയ്ക്കുകയാണ്. പറയുന്നു, വാസുദേവാംഗ്രിനുധ്യാന പരിബ്രംഹിതരം ഹസാം ഭക്ത്യാ നിർമ്മതിദാശേഷ കഷായ വിഷ്ണോർജുന ഗീതം ഭഗവതാജ്ഞാനം യത്തസംഗ്രാമമൂർധനി കാലകർമ്മതമോരുദ്ധം പുനരദ്യങ്ങമൽ വിഭൂ. കാലകർമ്മതമോരുദ്ധം, കാലത്താൽ അർജുനൻ മറന്നുപോയ ആ ഭഗവത്ഗീതയിലെ പരമജ്ഞാനം അർജുനന് ബോധ്യപ്പെട്ടു. അന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് യുദ്ധക്കളത്തിൽ വെച്ച്, നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാതിപാഹ നചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃപരം. അർജുന, ഞാൻ മുമ്പുണ്ടാവാതിരുന്നിട്ടില്ല, നീ മുമ്പുണ്ടാവാതിരുന്നിട്ടില്ല, ഈ കാണുന്ന രാജാക്കന്മാരും മുമ്പുണ്ടാവാതിരുന്നിട്ടില്ല, ആരും മുമ്പുണ്ടാവാതിരുന്നിട്ടില്ല. എല്ലാവരും എക്കാലത്തും എപ്പോഴും ഉള്ളവരായിരുന്നു എന്ന പരമസത്യം അന്ന് അർജുനന് പറഞ്ഞു കൊടുത്തപ്പോ അന്ന് അർജുനന് അത്ര അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ഇപ്പോഴിതാ അർജുനന് ബോധ്യം വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും അന്നും ഇന്നും കൃഷ്ണൻ ജീവിച്ചിരിക്കുന്നത് സ്ഥൂല രൂപത്തിലല്ല, സൂക്ഷ്മ രൂപത്തില്. കൃഷ്ണനെ കൃഷ്ണനാക്കി നിലനിർത്തിയതൊരു മനസ്സാണ്, എന്നെ ഞാനാക്കി നിർത്തുന്നതൊരു മനസ്സാണ്. ശരീരം നശിച്ചു പോയാലും മനസ്സൊരിക്കലും നശിക്കുന്നില്ല എന്ന പരമസത്യം അർജുനന് ബോധ്യം വന്നു. ഞാനും നിങ്ങളും അത്തരത്തിലൊക്കെ ചിന്തിക്കാത്തതുകൊണ്ടായിരിക്കാം പലപ്പോഴും നമ്മുടെ വിഷമങ്ങളെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്തത്. ശരീരം മാറുന്നുണ്ട്, പക്ഷെ മനസ്സ് മാറുന്നത് നമ്മളാരും അനുഭവിച്ചിട്ടില്ല. ഒരു ശിശുവിന്റെ ശരീരത്തിലിരുന്ന മനസ്സ് ഇന്നും ഈ ശരീരത്തിൽ നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ ശിശുവിന്റെ ശരീരം നമ്മുടെ കൂടെയില്ല. ശിശുവിന്റെ ശരീരത്തിന് മാറ്റം വന്നുപോയി. ഇനി നമുക്ക് ആ ശരീരത്തിലേക്ക് തിരിച്ചു പോകാൻ സാധ്യമല്ല. പക്ഷെ ഇവിടെ ഇരുന്നു കൊണ്ട് ശിശുവിന്റെ ശരീരത്തിലിരുന്ന മനസ്സിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കും. മനസ്സിന് പ്രായമില്ല, മനസ്സിന് ജനനമില്ല, മനസ്സിന് മരണമില്ല. ശരീരം വിട്ടുപോയാലും മനസ്സെന്നും നിലനിൽക്കുന്നു എന്ന പരമാർത്ഥം അർജുനന് ശരിക്കും ബോധ്യം വന്നു. ആ അർജുനൻ ഇത് ബോധിച്ചതും അവിടെ വെച്ച് വിശോകോ ബ്രഹ്മസമ്പത്യ സംഛിന്നദ്വൈത സംശയ ലീനപ്രഗുണൈഗുണ്യാൽ അലിംഗത്വാല സംഭവ വിശമ്യ ഭഗവന്മാർഗം സംസ്ഥാം യദുകുലസ്യ സ്വപദായ മതിം ചക്രേ നബിതാത്മായുധിഷ്ഠിര. ആ അർജുനൻ നിശ്ചയിക്കുകയാണ്, ഇനി ഏതായാലും ഇവിടെ ഈ രൂപത്തിൽ ഞാൻ നിൽക്കില്ല. എല്ലാ രാജകീയ വസ്ത്രങ്ങളും അഴിച്ചുമാറ്റി വരവരിയും മറ്റും ധരിച്ചുകൊണ്ട് അർജുനൻ പറഞ്ഞു, ഞാനിതാ ഇവിടെ നിന്നും ഇറങ്ങുന്നു എന്ന്. അപ്പോഴേക്കും ധർമ്മപുത്രനും പറഞ്ഞു, ഇനി കൃഷ്ണനില്ലാത്ത ഭൂമിയിൽ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല. അവിടെ നിന്നും അവർ രാജകീയ വസ്ത്രങ്ങളൊക്കെ അഴിച്ചുമാറ്റി, എല്ലാ ആഭരണങ്ങളും ഉടയാടകളും അഴിച്ചുമാറ്റി. അപ്പോഴേക്കും പരീക്ഷിത്ത് രാജാവ് ജനിച്ചു വളർന്ന് കല്യാണമൊക്കെ കഴിച്ച് ഇരാവതി എന്ന് പറയുന്ന പെൺകുട്ടിയൊക്കെ കല്യാണം കഴിച്ച് തയ്യാറായിട്ടുണ്ടായിരുന്നു. പരീക്ഷത്തിനെ മന്ത്രിമാരുടെ മുന്നിൽ വെച്ച് രാജാധികാരം ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്. അതിനുശേഷം ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന കുന്തി ദേവി എന്ത് ചെയ്തു?
പ്രതാപി അനുസുത്യധനഞ്ജയോദിതം നാശം യദൂനാം ഭഗവൽഗതിം ചതാം ഏകാന്തഭക്ത്യാ ഭഗവത്യുദോക്ഷജേ നിവേശിതാത്മോ പരരാമ സംസദേ. ആ കുന്തിദേവി ഇതെല്ലാം കേട്ടപ്പോ മനസ്സിലായി കൃഷ്ണൻ ജീവിച്ചിരിക്കില്ല ഈ ഭൂമിയിലെന്ന്. അവരുടനെ തന്നെ തന്റെ മനസ്സിനെ പൂർണ്ണമായും കൃഷ്ണസ്മരണയിൽ ഉറപ്പിച്ചുകൊണ്ട് മക്കളെ സ്മരിച്ചു പോയൊരു കുന്തിദേവിയല്ല ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നത്. ഭഗവത് സ്മരണയിൽ ശരീരം വിട്ടുപോയൊരു കുന്തിദേവിയെ നമുക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ ഭഗവത് സ്മരണയിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് കുന്തിദേവി ശരീരം ഉപേക്ഷിച്ചു എന്നാണ്. പാണ്ഡവരാവട്ടെ അവിടെ നിന്നും ഇറങ്ങിപ്പുറപ്പെട്ടു. നേരെ കേദാർനാഥിൽ ചെന്ന് പരമശിവനെ നമസ്കരിച്ചു. അവിടെ നിന്നും ബദരിക ആശ്രമത്തിലേക്ക് നടന്നു. നരനാരായണ ഋഷീശ്വരന്മാരുടെ തപസ്സുകൊണ്ടും ഭഗവാന്റെ നിത്യസാന്നിധ്യം കൊണ്ടും ധന്യമായ പവിത്രമായ ആ ബദരിക ആശ്രമത്തിലെത്തി. അവിടെയും അളകനന്ദയെ കുളിച്ചു തൊഴുത് അവർ അവിടെ നിന്നും പുറപ്പെട്ടു എന്നാണ്. അങ്ങനെ സരസ്വതി നദിയും കടന്ന് മുന്നോട്ട് പോകുമ്പോൾ കുറേ ദൂരം നടന്ന് ലക്ഷ്യം എന്തെന്നറിയില്ല, നടക്കുകയാണ് മുന്നോട്ട്. അങ്ങനെ നടക്കുന്ന സമയത്ത് പാഞ്ചാലി ദേവി തളർന്നു വീണു പ്രിയാണ്. ആ സമയത്ത് നകുലനും സഹദേവനും പാഞ്ചാലി ദേവിയെ താങ്ങിയെടുക്കാൻ വേണ്ടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ധർമ്മപുത്രന്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ നോക്കിയപ്പോ ഭാഗവതം പറയുന്നു, ധർമ്മപുത്രൻ തിരിഞ്ഞു നോക്കിയതേയില്ല. തന്റെ മുന്നോട്ടുള്ള ഗതിയെ ആരാലും ഡിസ്റ്റർബ്ഡ് ആവാതെ അല്പം പോലും തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നു എന്നാണ്. നമുക്ക് തോന്നും, ഒരു ഭാര്യ ഇത്രയൊക്കെ ഭർത്താവിന് വേണ്ടി ജീവിച്ചിട്ട് 5 പേരുടെ ഭാര്യാപദത്വം ഏറ്റെടുത്തിട്ട് ആ ഭാര്യ തളർന്നു വീണപ്പോ തിരിഞ്ഞു നോക്കാത്തൊരു രാജാവാണോ, അയാൾ ധർമ്മജ്ഞനാണോ? പക്ഷേ പാഞ്ചാലി തളർന്നു വീഴുന്ന രംഗം ഭാഗവതം എഴുതി വച്ചിരിക്കുന്നു മനോഹരമായിട്ട്. എങ്ങനെയാണ് പാഞ്ചാലി വീണത്? ദ്രൗപദീ ചതദാജ്ഞായ പദീനാം അനപേക്ഷതാം വാസുദേവേ ഭഗവതീ ഏകാന്തമതിരാപദം. ആ പാഞ്ചാലി ദേവി തളർന്നു വീഴുന്ന സമയത്ത് പദീനാം അനപേക്ഷതാം, ഒരു ഭർത്താവിന്റെയും പേര് പോലും വിളിക്കാതെ, ആരെയും മനസ്സുകൊണ്ട് സ്മരിക്കുക പോലും ചെയ്യാതെ ആ പാഞ്ചാലി വാസുദേവേ ഭഗവതി, തന്നെ താനാക്കി തീർത്തിരിക്കുന്ന ആ ഭഗവത് ചൈതന്യമായ വാസുദേവനെ ഏകാന്തമതി എന്ന് പറഞ്ഞാൽ ദൃഢമായ പ്രേമത്തോടുകൂടി സ്മരിച്ചു എന്നാണ്. എന്നിട്ട് ശരീരം ഉപേക്ഷിച്ചു എന്നാണ്. ഒരുപക്ഷെ ധർമ്മപുത്രൻ തിരിഞ്ഞു നോക്കാത്തതിന് കാരണവും അതായിരിക്കും. പാഞ്ചാലിയുടെ ശരീരമേ തളർന്നിട്ടുണ്ടായിരുന്നുള്ളൂ, പാഞ്ചാലിയുടെ മനസ്സ് തളർന്നിട്ടില്ല എന്ന് ഭാഗവതം പറയുന്നു. അപ്പോൾ ശരീരം തളർന്നാലും മനസ്സ് തളരുന്നില്ല എന്നത് കുന്തിദേവിയിലൂടെ നമുക്ക് കാണാം, ഭീഷ്മാചാര്യയിലൂടെ നമുക്ക് കാണാം. ശരശയിൽ കിടക്കുമ്പോഴും തളരാത്തൊരു മനസ്സുള്ളത് കൊണ്ടല്ലേ അദ്ദേഹത്തിന് ധർമ്മോപദേശം ചെയ്യാൻ സാധിച്ചത്, വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ സാധിച്ചത്. ഇവിടെ ഇതാ പാഞ്ചാലി ദേവിയും ശരീരം തളർന്നു വീണപ്പോഴും മനസ്സുകൊണ്ട് തളരാതെ ഭഗവാൻ വാസുദേവനെ സ്മരിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിച്ചു എന്ന് ഭാഗവതം പറയുന്നു. 4-ാമത്തെ സ്കന്ധത്തിൽ ദക്ഷന്റെ കഥ പറയുമ്പോൾ പരമശിവൻ സതീദേവിയെ പറഞ്ഞയക്കുന്ന ആ രംഗം. സതീദേവിക്ക് അച്ഛൻ ദക്ഷനെ കാണണം നല്ല മോഹമുണ്ട്. പരമശിവൻ പറഞ്ഞു പോകണ്ട കുട്ടീന്ന്. പക്ഷെ അതൊന്നും അനുസരിച്ചില്ല. എന്തായാലും പോകണം അങ്ങോട്ട് വാശി വെച്ചു. നവിനെ പോട്ടെ അങ്ങോട്ട് കരുതി ഭഗവാൻ. അതെന്തിനാണെന്ന് ഇത്രേ പറയാണ്, സതീദേവിയുടെ ആയുസ് നിന്നിട്ടുണ്ടേ, അധികമൊന്നുമില്ല. അപ്പൊ ദക്ഷന്റെ, അതായത് പിതാവിന്റെ അടുത്ത് പോയിട്ടാണ് ശരീരം ഉപേക്ഷിക്കുന്നതെങ്കിൽ മിക്കവാറും എന്നെക്കുറിച്ച് സ്മരിക്കും. അതല്ല ഇവിടെ വെച്ചിട്ടാണ് ശരീരം ഉപേക്ഷിക്കുന്നതെങ്കിൽ അച്ഛനെക്കുറിച്ച് സ്മരിക്കും. അച്ഛനെക്കുറിച്ചാണ് സ്മരിക്കുന്നതെങ്കിൽ വീണ്ടും അച്ഛന്റെ പുത്രിയായിട്ട് വരേണ്ടി വരുന്നതാണ്. നമ്മൾ അവസാനം ആരെയും സ്മരിച്ചിട്ടാണോ ശരീരം ഉപേക്ഷിക്കുന്നത് അതിനനുസരിച്ച് വരും എന്നുള്ളതാണ്. അത് മറ്റന്നാളെ നമുക്ക് കാണാം എങ്ങനെയാണ് നമ്മൾ വരിക എന്നുള്ളത്. ഏതായാലും ഇങ്ങനെ ആരെ സ്മരിച്ചുകൊണ്ടാണോ ആ സതീദേവി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് വീണ്ടും പാർവതീദേവിയായിട്ട് വന്നു എന്നാണ് കഥ പറയുന്നത്. ഇവിടെ ഈ പാഞ്ചാലിയുടെ കഥ പറഞ്ഞ് അങ്ങനെ പാണ്ഡവർ ഓരോരുത്തരായിട്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിച്ചു എന്നാണ്. പിന്നീട് 16ഉം 17ഉം അധ്യായങ്ങളൊക്കെ പരീക്ഷത്തിന്റെ രാജ്യഭരണത്തെക്കുറിച്ച് പറയാണ്. വളരെ ധർമ്മജ്ഞനായിട്ട് നീതിമാനായിട്ട് പ്രജകളുടെ ക്ഷേമവും മറ്റും നോക്കിക്കൊണ്ട് അദ്ദേഹം രാജ്യം ഭരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ രാജ്യഭരണത്തിൽ എല്ലാവരും പ്രീതരായി, എല്ലാവരും സന്തുഷ്ടരായി. ഒരിക്കലും പ്രജകളുടെ ക്ഷേമം കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ കുതിരപ്പുറത്ത് കറങ്ങുമ്പോൾ ഒരു കാഴ്ച കണ്ടു എന്നാണ്. എന്താ കാഴ്ച?
ഒരു കാളയും പശു ഇങ്ങനെ സല്ലപിച്ചുകൊണ്ടിരിക്കുന്നു. കാളയുടെ 4 കാലിൽ 3 തളർന്നിട്ടുണ്ട്. ഒന്നിലാണ് അതിന്റെ നിൽപ്പ് മുഴുവൻ. രാജാവിന് വല്ലാത്ത സങ്കടം തോന്നി. ഇന്നായിരുന്നു പരീക്ഷത്ത് രാജാവ് ജീവിച്ചിരുന്നെങ്കിൽ മിക്കവാറും ആളുകൾ ഷൂട്ട് ചെയ്ത് കൊല്ലും. കാരണം കാളയുടെയൊക്കെ മാംസം ഇങ്ങനെ തൂക്കിയിരുന്ന കാലമാണിത്. രാജാവിന് കാലൊടിഞ്ഞ കാളയെ കാണുമ്പോൾ തന്നെ വിഷമം വന്നു പ്രിയാണ്. ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല അത്. അദ്ദേഹം കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി ആ കാളയുടെയും പശുവിന്റെയും നേരെ അടുത്തേക്ക് ചെന്നപ്പോൾ കണ്ടത് കറുത്ത വേഷത്തില് ഒരാള് രാജകീയ ചിഹ്നങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് കയ്യിൽ ആയുധവുമായിട്ട് നിന്ന് കാളയെ ദ്രോഹിക്കുന്നു. രാജാവിനെ കണ്ടപ്പോഴേക്കും അയാൾ കാൽക്കൽ വീണു, രാജാവിന്റെ കാൽക്കല്. രാജാവ് ചോദിച്ചു, നീ ആരാണെന്ന്. ആ സമയത്ത് അയാൾ പറയാണ്, ഞാനാണ് മിസ്റ്റർ കലി എന്ന് വെച്ചാൽ കലികാലം വന്നു എന്നർത്ഥം. കലിയാണ് താൻ. അപ്പൊ ആരാ ഈ കാള, ആരാണ് ഈ പശു എന്നൊക്കെ അവരോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞു, രാജൻ, ഞങ്ങളാണ് ഈ ലോകത്തെ നിലനിർത്തുന്ന ശക്തികളായ ധർമ്മവും ഭൂമിദേവിയും. പശു തന്നെ വെളിപ്പെടുത്തി, ഞാൻ ഭൂമിദേവിയാണെന്ന സത്യം വെളിപ്പെടുത്തി. കാള വെളിപ്പെടുത്തി, ഞാൻ ധർമ്മമൂർത്തിയാണെന്ന്. അപ്പൊ ചോദിച്ചു, എന്താ ഇങ്ങനെയൊക്കെ ഞാൻ കാണുന്നത് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഭൂമിയിൽ നിന്ന് ശരീരം ഉപേക്ഷിച്ചുവോ? കലി പറഞ്ഞു, അന്ന് എനിക്ക് വിസ കിട്ടി ഇങ്ങോട്ട് വരാൻ. അതുവരെ എന്റെ വിസ പിടിച്ചു വെച്ചതായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് രാജൻ എന്നെ തടയരുത് എന്ന്. രാജാവിനത് കണ്ടപ്പോഴേക്കും കോപം വന്നു വാളെടുത്ത് വെട്ടാനോങ്ങിയപ്പോ വീണ്ടും രാജാവിന്റെ കാൽക്കൽ വീണ് അഭയം തേടി. രാജൻ അഭയം തേടിയവരെ കൊല്ലരുതെന്നാണ് രാജശാസന. അതുകൊണ്ട് എന്നെ കൊല്ലരുത് എന്ന്. ഉടനെ രാജാവ് പറഞ്ഞു, ശരി ശരി, നീ അങ്ങനെയൊക്കെ പറഞ്ഞ എന്റെ രാജ്യത്തിൽ നിലനിൽക്കാന്ന് വിചാരിക്കണ്ട. നീ ഇവിടുന്ന് രക്ഷപ്പെട്ടോണം, ഇല്ലെങ്കിൽ ഞാൻ ശരിയാക്കുന്നു. എന്റെ രാജ്യത്തിന്റെ ഒരു അതിർത്തിയിൽ നീ നിന്നു പോരുത്. ഇത് കേട്ടപ്പോൾ അവൻ ചോദിക്കുകയാണ്, അങ്ങയുടെ അതിർത്തി ഇല്ലാത്ത പല സ്ഥലങ്ങളുണ്ടെങ്കിൽ അതോട് പറഞ്ഞിരുന്ന ഞാൻ അങ്ങോട്ട് പോയാൽ മതിയല്ലോ. എനിക്കറിയില്ല അങ്ങക്ക് ഏത് അതിർത്തി ഇല്ലാത്ത സ്ഥലം എന്ന്. ഇത് കേട്ടപ്പോഴാ പരീക്ഷത്തിന് മനസ്സിലായത്, എന്റെ അതിർത്തിയിൽപ്പെടാത്ത ഒരു സ്ഥലം ഒന്നില്ല എന്നുള്ളത്. അപ്പൊ നോക്കൂ, ഭൂമി മുഴുവൻ ഭരിച്ച ആളാണ് ചക്രവർത്തി. അങ്ങനെ പറഞ്ഞപ്പോ 4 സ്ഥാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു എന്നാണ്. ആ 4 സ്ഥാനങ്ങളാണ് ദ്യൂതം പാനം സ്ത്രീയസൂന എത്ര അധർമാ ചതുർവിധ. കലിക്കായിക്കൊണ്ട് ഈ 4 സ്ഥാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു എന്നാണ്. ദ്യൂതം എന്ന് പറഞ്ഞാൽ ചൂതുകളി എന്നാണ്. അതായത് ഷീറ്റ് കളി, അതുപോലെ കാർഡ്സ് കളി, അതുപോലെ ഓൺലൈൻ കളി, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി. ഇതൊക്കെ എവിടെയുണ്ടോ അവിടെ കലിയുണ്ട് എന്നാണ്. കലി അതിലൂടെ അകത്ത് കയറി കൂടുന്നതാണ്. നിങ്ങൾ നോക്കി, ഈ ലോട്ടറി അടിച്ചവരെ കുറിച്ച് ഒരിക്കലും പഠനം നടത്തി ഏതൊരു കമ്പനിക്കാരും. ഇത്രയും കാലം ലോട്ടറി അടിച്ചവരൊന്നും ആരും നേരെയില്ല എന്നുള്ളതാണ്. അതിൽ 5% ആളുകളെ നേരെയുള്ളൂ എന്നാണ്. ബാക്കിയുള്ളവരൊക്കെ കള്ളുകുടിയന്മാരും ബിസിനസ് തുടങ്ങി തകർന്ന തരിപ്പണായവരും എത്രയോ ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ കടം കൊടുക്കാനുള്ളവരൊക്കെ ആയിട്ട് നശിച്ചു പോയി എന്നാണ്. നമുക്ക് പണം ഉണ്ടാവുന്നതല്ല മുഖ്യം, അതിനെ ഉപയോഗപ്പെടുത്താനുള്ള വിവേകവും ബുദ്ധിയും ഉണ്ടാവലാണ്, അല്ലേ? ഇത്രയൊക്കെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ കിട്ടിയിട്ട് അവരിൽ നല്ലൊരു ശതമാനം കേടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചൊക്കെ എവിടെയാ അവർക്കൊക്കെ വഴിതെറ്റി എന്നുള്ളത്. അപ്പോ പണത്തില് ശാപം നിൽക്കുന്നത് എന്തെന്നാണ്. എങ്ങനെ ശാപം നിൽക്കുന്നത്? അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അത് ശാപമായിത്തീരുന്നതാണ്. അങ്ങനെയാണ് അതിന്റെ കഥ. അപ്പൊ ദൂരം പാനം എന്ന് പറഞ്ഞാൽ അറിയാലോ, വൈകുന്നേരമായ ചിലർക്ക് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബോധം ഉണ്ടാവില്ല, നാവിനും തലയ്ക്കും ആരോടാ എന്താ പറയേണ്ടത് എന്നുള്ളത്. 3-മത്തേതാണ് സ്ത്രീയ. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ വേശ്യാവൃത്തി തുടങ്ങിയതൊക്കെ. 4-മത്തേതാണ് സ്ത്രീയ. 4-മത്തേതാണ് സൂനഹ, കൊലപാതകം, ചതി എന്നൊക്കെ ഉള്ളത്. ഇതിലൊക്കെ ആര് കയറിക്കൂടിയിരിക്കുന്നു? കലി കയറിക്കൂടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എന്താന്നുള്ളത്. ഏതായാലും നിൽക്കട്ടെ. ഉടനെ തന്നെ കലി പറഞ്ഞു, രാജൻ, ഇതൊന്നും അങ്ങയുടെ നാട്ടിലില്ലല്ലോ എന്ന്. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ചൂതുകളിയില്ല. അന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ പറഞ്ഞ വൃത്തികേടുകളൊന്നുമില്ല പറയാണ്. അവസാനം ഒരു സ്ഥാനം കൊടുത്തു എന്നാണ്. ഏതാണത്? 5-ാമത്തെ സ്ഥാനമായിട്ട് പറഞ്ഞു ജാതരൂപമതാൽ പ്രഭു എന്ന്. ജാതരൂപം എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്നതിൽ പോയിരുന്നുള്ളൂ എന്ന്. ഇവിടെ ജാതരൂപം എന്ന് പറഞ്ഞാൽ പൊതുവെ അർത്ഥം പറയുക സ്വർണത്തിൽ പോയിരുന്നുള്ളൂ എന്നാണ്. അങ്ങനെ അന്ന് മുതൽ കലി കയറിക്കൂടി എവിടെ? സ്വർണത്തിൽ നിന്നാണ്. ഇന്നിപ്പോ എവിടെ കലി ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിലും കാതിലും തലയിലൊക്കെയാണ്. അങ്ങനെയാണല്ലോ. നിങ്ങൾക്കത് ബോധ്യം വരും.
നിങ്ങളൊന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോയി എന്ന് വിചാരിക്കുക. ഞാൻ ക്യൂലൊക്കെ നിന്ന് ഇങ്ങനെ നാരായണ നാരായണ എന്തൊക്കെയോ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങേയുള്ളിട്ട് ഒരാശ്രയം നാട്ടിൽ വേറെ ആരുമില്ല, ഇതുവരെ ഞാൻ വിചാരിച്ച നാട്ടുകാരൊക്കെ ഉണ്ട്, വീട്ടുകാരുണ്ട്, ഇപ്പോഴാ മനസ്സിലായത് അവരാരുമില്ല, അങ്ങേയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് നാരായണ നാരായണ. അതിൻ്റെ ഇടയ്ക്ക് ആളുകൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഇവിടെ നട തുറക്കില്ല, അവിടെ ഇടിയുണ്ട് കുത്തുണ്ട്, ഭഗവാനെ അതിലൊന്ന് ശ്രദ്ധ പോലേ നാരായണ 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 ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു അനൗൺസ്മെന്റ് വരികയാണ്. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ കഴുത്തിലിരിക്കുന്ന ആഭരണങ്ങളും കയ്യിലിരിക്കുന്ന പേഴ്സ് എന്ന് പറയുമ്പോഴേക്കും പിന്നെ നാരായണനും ഇല്ല, ഒരയണനും ഇല്ല, കഴുത്ത് അപ്പം പിടിച്ചു ഗുരുവായൂരപ്പാ എന്റെ ചെയിനിന്ന് പറഞ്ഞിട്ട്. അപ്പൊ നോക്കൂ, ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ മനസ്സിനെ നാരായണനിൽ നിന്നും ചെയിനിലേക്ക് കൊണ്ടുവരാൻ ഒരു അനൗൺസ്മെന്റിന് സാധിക്കുമെങ്കിൽ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ കലി അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഇപ്പൊ കൈ അങ്ങോട്ട് പോവില്ലല്ലോ. കൂപ്പിയ കൈ കഴുത്ത് പിടിക്കുന്നു മാത്രമല്ല, തൊട്ടടുത്തിരിക്കുന്നവരൊക്കെ നോക്കും നാരായണ നാരായണ, അവരൊക്കെ ഇനി കള്ളന്മാരാണോ എന്നറിയില്ലല്ലോ, പരമഭക്തന്മാരായിരിക്കും. പക്ഷെ മനസ്സങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകണോ പറയാണ്. നമുക്ക് ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ രാവിലെ തന്നെ കുളിച്ച് തൊഴുത് ഈറനൊടുത്ത് പോയി തൊഴേണ്ട സ്ഥലങ്ങളായിരുന്നു. ഇന്നിപ്പോ അത് നേരെ ബ്യൂട്ടി പാർലറിന് പോയി തൊഴുതു പോകേണ്ട സ്ഥലങ്ങളായി മാറിയിരിക്കുന്നു. അങ്ങനെ എത്തിപ്പോയി എന്ന് പറയണ. അപ്പൊ അങ്ങനെ നമ്മുടെ സംസ്കാരം കലിയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അമ്പലത്തിൽ പണ്ടുകാലത്തെ ശാന്തി സമാധാനം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അമ്പലത്തിൽ പോയാൽ ചിലർക്ക് ശാന്തി ഉണ്ടാവില്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആകെ പ്രശ്നങ്ങളും അഴിമതികളും കുഴപ്പങ്ങളൊക്കെയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോ എത്രമാത്രം ഈ കലിക്ക് നമ്മളെ സ്വാധീനിക്കാൻ സാധിക്കുമെന്ന് ഭാഗവതം പറയുന്നു. ഇപ്പൊ എന്താണ് കലി എന്ന് പറഞ്ഞാൽ? കലി എന്ന് പറഞ്ഞാൽ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതൊക്കെ കലിയാണ്. മനസ്സിലായില്ലേ? എന്തൊക്കെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നോ അതൊക്കെ കലിയാണ്. കലി പിടികൂടി പറയാണ്. സന്ധ്യയ്ക്ക് നാമം ചൊല്ലുമ്പോൾ കൈയും കാലും മുഖമൊക്കെ കഴുകണം എന്ന് പറയാറുണ്ട്. അതെന്തിനാ അങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് നളൻ എന്ന് പറയുന്ന രാജാവ് സന്ധ്യയ്ക്ക് സന്ധ്യാവനം ചെയ്യുന്നതിന് മുമ്പ് കുളിക്കുമ്പോൾ കാലിന്റെ മടമ്പ് ഭാവം വിട്ടുപോയി എന്നാണ്. ആ സ്ഥലത്ത് കൂടെ കലി കയറിക്കൂടിയെന്നാണ്. അപ്പൊ സന്ധ്യയ്ക്ക് ഒട്ടും കുളിക്കാത്ത നമ്മുടെ ഏതൊക്കെ ഭാഗത്തൂടെ കലി കയറണം? ആലോചിച്ച് നോക്കൂ. ഒന്നാമത് വെള്ളമില്ല, രണ്ടാമത് ഉള്ള വെള്ളത്തിൽ കുളിക്കണമെങ്കിൽ തോന്നണ്ടേ ആ സമയത്ത്. അപ്പൊ അങ്ങനെ ഇതൊക്കെയാണ് കലി എന്ന് പറയുന്നത്. മനസ്സിന്റെ ശാന്തിയെ സ്വസ്ഥതയെ കളയുന്നതൊക്കെ കലി തന്നെയാണ്. അങ്ങനെ കലിക്ക് സ്ഥാനം കൊടുത്തു. പിന്നീട് രാജാവ് തിരിച്ചു പോന്നു. കാലം മുന്നോട്ട് പോണു. ഒരിക്കൽ മൃഗയാ വിനോദത്തിന് വേണ്ടി അദ്ദേഹം കാട്ടിലേക്ക് പോണു. അങ്ങനെ മൃഗയാ വിനോദമൊക്കെ ചെയ്ത് തളർന്ന് പരവശനായി അവശനായിട്ട് നിൽക്കുമ്പോൾ രാജാവിന് ദാഹം അനുഭവപ്പെട്ടു. എവിടെയാവും ഇത്തിരി വെള്ളം കിട്ടുക എന്ന്. അപ്പൊ തൊട്ടടുത്തൊരു പുഴയുണ്ടായിട്ടും രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. കുറച്ച് ദൂരേക്ക് നോക്കിയപ്പോണ്ട് ഒരു ആശ്രമം, പർണശാല കാണുന്നു. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോണ്ട് ഒരു മഹർഷി താടിയും മുടിയൊക്കെ നീട്ടിക്കൊണ്ട് ജടാധാരിയായിട്ട് കണ്ണടച്ച് തപോവൃത്തിയിലിരിക്കണം. അപ്പം മനസ്സിലായി ആശ്രമത്തിൽ എന്തായാലും വെള്ളം കിട്ടാണ്ടിരിക്കില്ല. കുറച്ചു കഴിഞ്ഞാൽ കണ്ണ് ഉണരും ചെയ്യും. അപ്പൊ എന്തായാലും അവിടെ ചെന്ന് ഇത്തിരി വിശ്രമിക്കാന്നൊക്കെ കരുതി അവിടെ ചെല്ലണു. ആ മഹാത്മാവിനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാത്മാവേ, ഞാൻ അഭിമന്യുപുത്രനായ പരീക്ഷിത് രാജാവാണ്, ദാഹിച്ചിട്ട് വയ്യ, കുറച്ച് വെള്ളം തരുമോ അവിടെ നിന്ന്. ഇത് പറഞ്ഞപ്പോ രാജാവ് കരുതി ഇദ്ദേഹം കേട്ടിട്ട് മനപൂർവ്വം കണ്ടു തുറക്കാതിരിക്കുകയാണെന്ന്. എന്നാൽ ആ മഹാത്മാവ് അത് കേട്ടിട്ടില്ലേ പറയാ. ഒന്നുകൂടി ഉച്ചത്തിൽ പറഞ്ഞു, ഉറക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു, മഹാത്മാവേ, ഞാൻ പരീക്ഷിത് ചക്രവർത്തിയാണ്, ഈ ഭൂമിയുടെ ചക്രവർത്തിയാണ്, ദാഹിച്ചു വന്നിരിക്കുകയാണ്, വെള്ളം വേണമെന്ന്. അപ്പോഴും ആ മഹാത്മാവ് കേട്ടില്ല. പരീക്ഷിത് രാജാവിന് തോന്നി എന്നെ അപമാനിക്കാൻ വേണ്ടി കൽപ്പിച്ചു കൂട്ടിയാള് കണ്ണടച്ചിരിക്കുകയാണ്, ഞാൻ പരീക്ഷിത് രാജാവിനേക്കാളും വലിയവനാണെന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന ധിക്കാരമാണ് ഇയാൾ കണ്ണടച്ചിരിക്കുന്നത്. ഒന്നുകൂടി ചോദിച്ചപ്പോ അപ്പോഴും കണ്ണു തുറക്കാതെ വന്നപ്പോ ആ കലി കോപരൂപത്തിലൂടെ പ്രകടമായി എന്നാണ്. കോപം വന്നത് നിയന്ത്രിക്കാൻ പറ്റിയില്ല. നോക്കിയപ്പോ കാണുന്നത് എങ്ങനെങ്കിലും ഇയാളെന്ന് ദ്രോഹിക്കണം. ആ ചിന്ത വന്നപ്പോ തൊട്ടടുത്ത് കിടക്കുന്നു, ചത്തളിഞ്ഞു കിടക്കുന്ന ഒരു പാമ്പിന്റെ ജഡം തന്റെ വില്ലുകൊണ്ട് തോണ്ടിയെടുത്തിട്ട് അതിനെ കഴുത്തിലേക്കിട്ട് ആ രാജാവ് ശപിച്ചുകൊണ്ട് മനസ്സിൽ പറയുകയാണ്, ഇതുപോലെ നീ ഒരു ശവമാവട്ടെ എന്ന്. അങ്ങനെ അദ്ദേഹം ധിക്കാരപൂർവ്വം അവിടെ നിന്നും ഇറങ്ങുന്നത് ദൂരെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ മുനിയുടെ പുത്രൻ കണ്ടു. അത് കണ്ടതും സഹിച്ചില്ല കുട്ടിക്ക്. അവിടെ വെച്ച് ഉച്ചത്തിൽ അലറിയിട്ട് പറഞ്ഞു, ധർമ്മജ്ഞനായിട്ടിരിക്കുന്ന രാജാവ് ഇത്രയും അധർമ്മം ചെയ്ത് നന്ദികേട് കാണിച്ച്
ഞങ്ങൾക്കൊക്കെ സംരക്ഷണം തരേണ്ടവൻ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ആദരിക്കേണ്ടവൻ അനാദരവ് കാണിച്ച് തന്റെ പിതാവിനെ നിന്ദിച്ചിരിക്കുന്നു. നീ അല്പം പോലും കരുണ അർഹിക്കുന്നില്ല, നിനക്ക് കാരുണ്യം അർഹിക്കുന്നില്ല, നീ ദയ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞ ആ കുട്ടി അതാ അടുത്തുണ്ടായിരുന്ന നദിയിലേക്ക് ഇറങ്ങിച്ചെന്ന് തീർത്ഥം കയ്യിലെടുത്ത് രാജാവിനെ ശപിക്കാനായിട്ട് തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഉച്ചത്തിൽ അലറി, ഒരിക്കലും കരുണയും നീതിയും കാരുണ്യവും അർഹിക്കാത്ത ദയയും അർഹിക്കാത്ത രാജൻ, നിന്നെ ഞാനിതാ ശപിക്കുന്നു. ഏതൊരു പാമ്പിന്റെ ജഡമാണോ എന്റെ പിതാവിന്റെ കഴുത്തിലേക്കിട്ട് നീ അപമാനിച്ചത്, ആ പാമ്പുകളുടെ രാജനായിരിക്കുന്ന തക്ഷകൻ 7ാമത്തെ ദിവസം കടിച്ച് നീ മൃത്യുവിലേക്ക് കടക്കട്ടെ, നിനക്ക് മൃത്യു സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു എന്നാണ്. കുട്ടി അതും കഴിഞ്ഞ് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് പിതാവിന്റെ അടുത്തെത്തി ആ ജഡമായിരിക്കുന്ന ശരീരത്തെ തട്ടിമാറ്റി. എന്നിട്ട് അവിടെ നിന്ന് കരഞ്ഞപ്പോ ആ പിതാവ് കണ്ണു തുറന്നു. എന്തിനാ ഉണ്ണി നീ ഇങ്ങനെ കരയുന്നത് എന്ന് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛാ, ചക്രവർത്തിയാണത്രേ, ധർമ്മജ്ഞനാണത്രേ, പ്രജകളെ പാലിക്കുന്നവനാണത്രേ, നമുക്ക് സംരക്ഷണം തരുന്നവനാണത്രേ, ഇത്രയും നന്ദിയോട് കാണിക്കരുതായിരുന്നു, ഞാൻ ശപിച്ചുപോയി അച്ഛാന്ന്. അത് കേട്ടപ്പോ ആ പുത്രന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, കഷ്ടമെന്റെ ഉണ്ണി, ആ രാജാവിന്റെ ഭരണത്തിൽ നമ്മൾ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ധ്യാനം ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ കള്ളന്മാരും കാട്ടാളന്മാരാണ് ഭരിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും സാധിക്കുമായിരുന്നില്ല. കഷ്ടം, നീ രാജാവിനെ ശപിച്ചുവല്ലോ. ശാപമായിരുന്നില്ലേ നീ കൊടുക്കേണ്ടത്, ദാഹവെള്ളമായിരുന്നു കൊടുക്കേണ്ടിരുന്നത്. ആ ബുദ്ധി നിനക്ക് ഇല്ലാതെയായി പോയല്ലോ. കഷ്ടം കഷ്ടം, നിന്നോട് ഈശ്വരൻ ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞ് തന്റെ പുത്രൻ ചെയ്ത പ്രവൃത്തിയെ തെറ്റായി കാണുന്നൊരു മഹാത്മാവിനെ ഇവിടെ കാണിച്ചു തരികയാണ്. രാജാവ് ചെയ്തതിന് അദ്ദേഹത്തിന് തെറ്റായി തോന്നിയില്ല എന്നാണ്. ആ വികാര വിക്ഷോഭത്തിൽ അങ്ങനെ ചെയ്തു അദ്ദേഹം. പക്ഷെ നീയും അങ്ങനെ പെരുമാറാൻ പാടുമെന്ന് ഭാഗവതം നമ്മളോട് ചോദിക്കുന്നത് ഇതാണ്. ഒരാള് നമ്മളോട് വികാര വിക്ഷോഭത്തിൽ പെരുമാറുമ്പോൾ നമ്മളും അതുപോലെ തന്നെ പെരുമാറുന്നു എങ്കിൽ നമ്മളും പിന്നെ മൃഗവും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു പട്ടിയുടെ നേരെ കുരയ്ക്കുമ്പോൾ തിരിച്ചു കുരച്ചു എന്ന് വരും. മനുഷ്യനും അതുപോലെ പെരുമാറിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെയാണ് ഗാന്ധിജി മഹാനായി തീർന്നത്. എത്രയാണ് ബൈബിളിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നിന്റെ ഇടത്തെ ചെവിയിൽ ഒന്ന് കിട്ടിയാൽ വലത്തെ ചെവിയിൽ ഒന്ന് കൊടുക്കണമെന്ന്. അത് പ്രാക്ടീസ് ചെയ്ത 2 വ്യക്തികളെ ലോകത്തിലുള്ളൂ, ഒന്ന് ജീസസും ഒന്ന് ഗാന്ധിജിയും. വേറെ ഒരു ക്രിസ്ത്യാനിക്ക് അത് സാധിച്ചിട്ടില്ല എന്നാണ്. ഒരു ബ്രിട്ടീഷുകാരൻ മുഖത്തടിച്ചപ്പോ തിരിച്ചു മുഖം കാണിച്ചു കൊടുത്തപ്പോ ഗാന്ധിജി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ സഹോദര, നീ എന്റെ ഇടത്തെ ചെവിയിൽ ഒന്ന് തല്ലൂ എന്ന്. ആ ബ്രിട്ടീഷുകാരൻ അപ്പൊ തലചുറ്റി. ഇത് പള്ളിയിൽ വെച്ച് ഞാൻ പറയുന്ന പ്രസ്താവനയാണ്, പക്ഷെ ജീവിതത്തിൽ ഇന്നേ വരെ തോന്നിയിട്ടില്ല പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. ആ നിമിഷം ഗാന്ധിജിയുടെ കാൽക്കൽ പൊട്ട് നമസ്കരിക്കുന്ന ഒരു ബ്രിട്ടീഷുകാരന്റെ ചിത്രം നമ്മുടെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോഴാണ് ആ ബ്രിട്ടീഷുകാരന് മനസ്സിലായത് ഈ പ്രസ്താവനകളൊന്നും ഞായറാഴ്ച പോയി പറയാനുള്ളതല്ല, അത് നിത്യവും ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ളതാണെന്ന്. അങ്ങനെ ജീവിതത്തെ പരിവർത്തനത്തിലേക്ക് നയിച്ചിട്ടുണ്ട് നമ്മുടെ ഭാരതീയ ജീവിതത്തിൽ വരുത്തിയവരാണ് മഹാത്മാക്കൾ എന്നാണ്. അപ്പോൾ നമ്മൾ മൃഗങ്ങളെപ്പോലെ പെരുമാറരുത്. ഒരാൾ ദേഷ്യപ്പെടട്ടെ, തിരിച്ച് നമ്മൾ എന്തിനു ദേഷ്യപ്പെടണം? ഒരാൾ നമ്മളോട് വിദ്വേഷം കാണിക്കട്ടെ, തിരിച്ച് നമ്മൾ എന്തിനു ചെയ്യണം? പക്ഷെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അതിലേക്കൊക്കെ ഉയരണമെന്നുണ്ടെങ്കിൽ, അതിൽ നിന്നൊക്കെ മുക്തരാവണമെങ്കിൽ ഭാഗവതത്തിൽ ഒരു ഭിക്ഷുവിന്റെ കഥ പറയും മനോഹരമായിട്ട്. ഒരു ബ്രാഹ്മണൻ പിശുക്കനായിട്ട് ജീവിച്ച് ഭാര്യയെയും മക്കളെയൊക്കെ ദ്രോഹിച്ച് അത്രയും വേദന കൊടുക്കാവുന്നിടത്തോളം വേദന കൊടുത്ത് ദ്രോഹിച്ച് അവസാനം ഭാര്യയാലും മക്കളാലും വീട്ടിൽ നിന്ന് ഇറക്കി അയാളെ അടിപുറത്താക്കിയപ്പോ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയി എന്നാണ്. അങ്ങനെ അദ്ദേഹം പരിവർത്തനം വന്നൊരു ഭിക്ഷുവായി തീർന്നു, മഹാത്മാവായി തീർന്നു, സന്യാസി വര്യനായി തീർന്നു. അങ്ങനെ അദ്ദേഹം കമണ്ഡലവും ഒരു വടിയുമായിട്ട് നടക്കുന്ന കാലം ഒരിക്കൽ എവിടെയോ നടക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ ഇയാൾ കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു മരത്തോട് ചേർത്ത് കെട്ടി അടിച്ചു. ഇയാളെ പ്രായം 10-70 വയസ്സ്. ആലോചിച്ചൊക്കെ അയാൾ അടിച്ചാൽ എന്തായിരിക്കും എന്നുള്ളത്. അയാളുടെ വടികൊണ്ട് തന്നെ കൊടുത്തു കുറേ എണ്ണം. എന്നിട്ട് അയാൾ കൊണ്ടു നടക്കുന്ന കമണ്ഡലവും മൂത്രവും മലവും മാറ്റി വെച്ചു. അങ്ങനെയൊക്കെ ദ്രോഹിച്ചു, ശരീരത്തിലൊക്കെ താടനവും പീഡനവും ഒക്കെ ചെയ്ത് അങ്ങേയറ്റം വേദനിപ്പിച്ചപ്പോൾ പുഞ്ചിരിക്കുന്ന മുഖവുമായി അദ്ദേഹം നിന്നു എന്നാണ്. അദ്ദേഹത്തിനെ കാണുമ്പോൾ ഒരു ശിഷ്യൻ ചോദിക്കുകയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ വേദനിപ്പിച്ചില്ലേ ആളുകൾ, കള്ളനാണെന്ന് പറഞ്ഞ് തല്ലിയില്ലേ, എന്നിട്ട് എന്താ അങ്ങ് കരയാത്തത്, അങ്ങ് ദുഃഖിക്കാത്തത്, അവരെക്കുറിച്ചൊന്നും പറയാത്തത് എന്ന്. ഉടനെ അദ്ദേഹം കൊടുക്കുന്നൊരു മറുപടി ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കും, നായം ജനോമേ സുഖദുഃഖഹേതു നദേവതാത്മാ ഗൃഹകർമ്മകാല. ഞാൻ വായിക്കുന്നത് 11-ാം സ്കന്ധത്തിൽ
23-ാം അധ്യായത്തിൽ ആദ്യത്തെ ആ ഭാഗത്തിൽ ഭിക്ഷുഗീത എന്ന് പറയുന്ന ഭിക്ഷു ഉവാച എന്നൊരു ഭാഗമുണ്ട്. ആ ഭിക്ഷു പറയുന്ന ആദ്യത്തെ ശ്ലോകമാണത്. നായം ജനോമേ സുഖദുഃഖഹേതു നദേവതാത്മാ ഗൃഹകർമ്മകാല മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേയത്. ഈ ജനങ്ങളോ ഗ്രഹങ്ങളോ കാലങ്ങളോ ഈശ്വരനോ എന്റെ കർമ്മമോ എന്റെ വിധിയോ ഒന്നുമല്ല എന്റെ ദുഃഖത്തിന് ഹേതു കാരണം. പിന്നെയോ മനഃപരം കാരണമാമനന്തി, എന്റെ മനസ്സ് തന്നെയാണ് എന്റെ ദുഃഖത്തിന് കാരണം. മനസ്സാണ് എന്നെ വേദനിപ്പിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മനസ്സിനെ ഞാൻ കേടുവരുത്താൻ തയ്യാറില്ല. എന്റെ മനസ്സിനെ ഞാൻ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യില്ല. എന്റെ മനസ്സിനെ ഞാൻ ഒരിക്കലും താളം തെറ്റിക്കില്ല. എന്റെ മനസ്സിന്റെ നിയന്ത്രണം മുഴുവൻ എന്റെ കൈകളിൽ ഞാൻ വെച്ചിരിക്കുന്നു. ആരെന്തു പറഞ്ഞാലും ഏത് രീതിയിൽ എന്റെ മനസ്സ് പ്രതികരിക്കണം എന്നത് ഞാൻ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മനസ്സിന്റെ താളത്തെ തെറ്റിക്കാതെ നിയന്ത്രിച്ചു വെച്ച ഒരു മഹാത്മാവാണ് ഭിക്ഷു എന്ന് പറയുകയാണ്. ഞാനും നിങ്ങളും അത്തരത്തിൽ വളരാത്തതുകൊണ്ടും ചിന്തിക്കാത്തതുകൊണ്ടായിരിക്കാം ഞാനും നിങ്ങളും ഒരു മൃഗത്തെ പോലെ പലപ്പോഴും പെരുമാറിപ്പോകുന്നത് പറയാണ്. ഇങ്ങോട്ട് പ്രതികരിക്കുമ്പോൾ തിരിച്ചങ്ങോട്ടും പ്രതികരിച്ചു പോകുന്നതും ഇങ്ങോട്ട് പ്രവർത്തിക്കുമ്പോൾ അങ്ങോട്ട് പ്രതികരിച്ചു പോകുന്നത് നിയന്ത്രണമില്ലാത്തവരായി തീരുന്നത് അതുകൊണ്ടായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ വിദ്യാലയത്തിൽ ഈ ഭാഗവതമൊക്കെ നേരത്തെ പഠിപ്പിച്ചിരുന്നു എങ്കിൽ ഇത്ര നല്ല സംസ്കാര സമ്പന്നന്മാരായിട്ടുള്ളൊരു സമൂഹം ലോകത്തിലെവിടെ ഉണ്ടാവുമായിരുന്നില്ല. ഇന്ന് നിങ്ങൾ നോക്കൂ, പാർലമെന്റിൽ ഒരാൾ എന്തെങ്കിലും പറഞ്ഞ ആദ്യം എടുത്ത് വലിച്ചെറിയുന്ന മൈക്കാണ്, പിന്നെയുള്ള ബാക്കി കാര്യങ്ങൾ. പിന്നെ സ്പീക്കറുടെ ഡയസിലേക്ക് കയറി ചെന്ന് 4 തെറി, പിന്നെ അത് കഴിഞ്ഞ് ഫയലെടുത്തിട്ട് കയറ്. ഒരു ദിവസം 5000 രൂപ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ഈ ഇന്ത്യൻ ജനതയുടെ ടാക്സാണ് അനുഭവിക്കുന്നതെന്നും ഞങ്ങൾ വന്നിരിക്കുന്നത് ജനങ്ങളുടെ കർത്തവ്യത്തിനാണെന്നുള്ള ബോധം മറന്നുകൊണ്ട് നിസ്സാരമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ബഹളം വയ്ക്കുന്നത് കാണുന്നില്ലേ നമ്മൾ? രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കാനേ നേതാക്കന്മാർക്ക് സമയമുള്ളൂ. ജനങ്ങളുടെ പ്രതിനിധിയാണ് അത്രേ. എങ്ങനെയാ പിന്നെ ഈ ലോകം നേരെയാവുക? എന്തുകൊണ്ടാണ്? ഈ ഒരു സംസ്കാരം ചെറുപ്പത്തിലേ ഇല്ലാത്തത് കൊണ്ട്. ഒരു ആത്മീയ സംസ്കാരം ചെറുപ്പത്തിലേ ഉണ്ടെങ്കിൽ ആ ഭിക്ഷുവിനെ പോലെ നമ്മളൊക്കെ ജീവിച്ചിരുന്നുവെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചാലും നമ്മളെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല പ്രിയാണ്. അങ്ങനെയൊരു നേതാക്കന്മാരൊക്കെ നമുക്ക് ഇന്ന് വളരെ വളരെ നേതൃത്വം തരുന്നവർ രാഷ്ട്രീയത്തിൽ കുറഞ്ഞുകൊണ്ടായിരിക്കാം പ്രജകളുടെ ക്ഷേമത്തേക്കാൾ വലുത് അവനവന്റെ ക്ഷേമമാണ്. അതുകൊണ്ടാണ് ജനപ്രതിനിധി എന്നവരെ പേരിട്ടിരിക്കുന്നത്. ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സംസ്കൃത വാക്കുകളുണ്ടല്ലോ, വളരെ ഭംഗിയുള്ള വാക്കുകളാണ്. നേതാക്കന്മാർക്കൊക്കെ പറ്റിയ പേരാണ് ഈ ജനപ്രതിനിധി എന്ന് വെച്ചാൽ ആദ്യം മന്ത്രിയാവണമെങ്കിൽ ജനങ്ങളെ കുറച്ചൊക്കെ നോക്കണം, ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അതുകൊണ്ട് ജനം. അത് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെയൊക്കെ വോട്ട് കിട്ടിയ MLA ആവാം, MP ആവാം, അല്ലെങ്കിൽ മന്ത്രിയാവും. പിന്നെ അവരുടെ ശ്രദ്ധ ജനങ്ങളാവില്ല, നിധിയിലാവും. എന്ന് വെച്ചാൽ പണം ഉണ്ടാക്കുന്ന കാര്യത്തിലാവും. എങ്ങനെയൊക്കെയാ പണം എടുക്കേണ്ടത്, പണം ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. കുറെ കഴിഞ്ഞ് നിധിയിൽ മനസ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവസാനം പ്രതികളായി, പിന്നെ ജയിലിൽ പോകുന്ന നേതാക്കന്മാരെ. അങ്ങനെയാണ് ജനപ്രതിനിധി ചെയ്ത്. ഇത് മൂന്നും കൂടി ചേർന്നാൽ അവര് ശരിയെന്ന് പറയാണ്. അപ്പൊ അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിത്തീർന്നു പറയാണ്. ഏതായാലും പരീക്ഷത്ത് രാജാവ് കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും അദ്ദേഹത്തിന് കുറ്റബോധമായി. ഞാൻ പാമ്പിനെ കഴുത്തിലിട്ടിട്ടും ആ മഹാത്മാവൊന്ന് കണ്ണു തുറന്നു നോക്കിയില്ലല്ലോ. ഒരുപക്ഷെ അദ്ദേഹം സത്യസന്ധനായ ഒരു സന്യാസി വരെയാണെങ്കിലോ ഞാൻ ചെയ്തത് പാപമല്ലേ, ഞാൻ ചെയ്തത് തെറ്റല്ലേ, എന്തിനാ അദ്ദേഹത്തെ ദ്രോഹിക്കാൻ എനിക്ക് തോന്നിയത്? ഈശ്വര എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ ചെയ്തത് അപരാധമാണ്, എനിക്ക് ബോധ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റിന് കടുത്ത ശിക്ഷ തന്ന് എന്നെ പരീക്ഷിച്ചോളൂ ഭഗവാനെ. ഏത് ശിക്ഷ തന്നാലാണോ ഇനിയും ഇതുപോലെ തെറ്റ് ഞാൻ ആവർത്തിക്കാതിരിക്കുക, അങ്ങനൊരു ശിക്ഷ എനിക്ക് തരൂ എന്ന് പ്രാർത്ഥിച്ച ഒരു മഹാത്മാവാണ് പരീക്ഷിത്ത് രാജാവ്. സാധാരണ ഞാനും നിങ്ങളൊക്കെ ആണെങ്കിൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം അമ്പലത്തിൽ പോയി 10 രൂപ ഒഴിഞ്ഞിടും. ഭഗവാനെ ഒരു കുരുത്തക്കേട് ചെയ്തു, സാരല്ലേ, ക്ഷമിച്ചേക്കും, മറന്നേക്കുമെന്ന് 10 രൂപയിൽ നമ്മുടെ കോംപ്രമൈസ് ചെയ്യാൻ പറയും. എന്നാൽ ആ പരീക്ഷിത്ത് രാജാവ് താൻ ചെയ്ത തെറ്റിന് ശിക്ഷ തന്നുകൊണ്ട് തന്നെ പരീക്ഷിക്കാൻ പറയുകയാണ്. ഏത് ശിക്ഷയും താൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ആ മഹർഷിയുടെ പുത്രൻ അവിടെ എത്തിച്ചേർന്ന് പറയുന്നത്,
രാജൻ അങ്ങേ ശപിച്ചിട്ടുണ്ട്, 7ാമത്തെ ദിവസം തക്ഷകൻ വന്ന് കടിച്ചു മരിക്കും എന്നുള്ളത്. ഇത് കേട്ടപ്പോ പരീക്ഷിത്ത് രാജാവ് പറയാണ്, അഹോ ഭാഗ്യം ഭാഗ്യം, വലിയ ശിക്ഷയൊന്നും ആയില്ലല്ലോ എന്ന്, അത്ര കടുത്ത ശിക്ഷയൊന്നല്ലല്ലോ എന്ന്. അദ്ദേഹത്തിന് അത് വലിയ ശിക്ഷയെ തോന്നിയില്ല. അതാണ്. അങ്ങനെ 7ാമത്തെ ദിവസം തക്ഷകൻ കടിച്ച് മരിക്കുമെന്ന് ശാപം കിട്ടിയ പരീക്ഷിത്ത് രാജാവ് മഹാത്മാക്കളെ വിളിച്ചു വരുത്തി. അവരോട് ചോദിക്കുകയാണ്, ഇതിനെന്താ ഉപായം, ഇതിനൊന്ന് മറികടക്കാൻ? അപ്പൊ അവര് പറഞ്ഞു, രാജൻ, സന്യാസിവര്യന്മാര് ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. അതെന്താണ്? മരണം അടുത്തെത്തി എന്ന് കണ്ടു കഴിഞ്ഞാൽ പണ്ടുള്ളവരൊക്കെ ഒന്നുകിൽ കാശിയിലേക്ക് പോവും, അല്ലെങ്കിൽ ഹരിദ്വാറിൽ പോവും. എന്നിട്ട് ഹരിദ്വാറിൽ ചെന്നിട്ട് വല്ല പർണശാലകളും കെട്ടി അവിടെ കൊട്ടിയിരിക്കും. എന്നിട്ട് ഒന്നുകിൽ മഹാമന്ത്രമായ ഹരേ രാമ 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 ചൊല്ലിക്കൊണ്ട്, ഏതെങ്കിലും മന്ത്രദീക്ഷ എടുത്തവരാണെങ്കിൽ ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് അവിടെ കൊട്ടിരിക്കും. ഏറെക്കുറെ അവർ ചൊല്ലി 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 ഉറക്കൂല, ഊണുമില്ല, വെള്ളവുമില്ല, ഒന്നുമില്ല, അങ്ങനെ ഇരിക്കും. 7ാമത്തെ ദിവസം അവരെന്ത് ചെയ്യും? നേരെ ഗംഗയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവും. അങ്ങനെ ശരീരം ഗംഗയിലേക്ക് സമർപ്പിച്ച് അവർ ശരീരം ഉപേക്ഷിക്കും. ഈ കാര്യത്തെയാണ് പ്രായോപവേശം എന്ന് പറയാം. 7 ദിവസം വെള്ളവും ഭക്ഷണവും കഴിക്കാതെ ഭഗവത് സ്മരണം ചെയ്തുകൊണ്ട് ഗംഗയിൽ ഇറങ്ങിച്ചെന്ന് സമാധി കൈക്കൊള്ളുക. ഇന്നും നിങ്ങൾ ഹരിദ്വാറിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലം നിങ്ങൾക്ക് കാണാം, സമാധി സ്ഥൽ എന്ന് പറയുന്ന സ്ഥലം. ഈ സമാധി സ്ഥൽ എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്ത് ആചാര്യന്മാര് അങ്ങനെയായിരുന്നു ശരീരം ഉപേക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് രാജൻ, അങ്ങയ്ക്കും അത് തന്നെയാണ് പറ്റിയ മാർഗമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഇത് കേട്ടതും പരീക്ഷിത്ത് രാജാവ് ആ പ്രതിവിധിയെ സ്വീകരിച്ചുകൊണ്ട് തന്റെ പുത്രനായ ജനമേജയനെ ചക്രവർത്തിയെ അവരോധിച്ച് അവിടെ നിന്നും എല്ലാ രാജകീയ വസ്ത്രങ്ങളും അഴിച്ചുവെച്ച് മരവരി ഉടുത്തുകൊണ്ട് ഇറങ്ങിപ്പോവാണ് ഹരിദ്വാറിലേക്ക്. അത്രി മഹർഷി, വസിഷ്ഠ മഹർഷി, ചവനൻ, കാവലൻ തുടങ്ങിയിട്ടുള്ള ആ കാലഘട്ടത്തിലെ പ്രസിദ്ധന്മാരായ ഋഷീശ്വരന്മാരൊക്കെ ഹരിദ്വാറിൽ എത്തിച്ചേർന്നു. അപ്പോഴേക്കും പർണശാല തയ്യാറാക്കി രാജാവാണല്ലോ, ചക്രവർത്തിയാണല്ലോ. അദ്ദേഹം വടക്കോട്ട് മുഖം നോക്കിക്കൊണ്ട് ആ പർണശാലയുടെ ഉള്ളിലിരുന്നു. മഹാത്മാക്കളൊക്കെ ചുറ്റും ഇരിക്കുന്നുണ്ട്. അവർ നാമം ചൊല്ലാൻ പറയുന്നു, രാജൻ ചൊല്ലിക്കോളൂ, ഉച്ചത്തിൽ ചൊല്ലിക്കോളൂ എന്ന്. ആ സമയത്ത് പരീക്ഷിത്ത് രാജാവ് അവരോട് ചോദിക്കുകയാണ്, ഞാൻ നാമൊക്കെ ചൊല്ലുണ്ടെങ്കിലും ഉള്ളിലിങ്ങനെ തക്ഷകനാണ് കയറി വരുന്നത് എന്ന്. അതിപ്പോ എന്തായാലും നമ്മുടെ ജീവിതത്തിലുണ്ടാവുമല്ലോ. ഇപ്പൊ സന്ധ്യാസമയത്ത് നിങ്ങൾ പുറത്തെവിടെയോ പോയിട്ട് വീട്ടിലേക്ക് നടന്നു വരുന്നു വിചാരിക്കുക. ആ സമയത്ത് സ്ട്രീറ്റ് ലൈറ്റ് പോയി, എവിടെയും ലൈറ്റില്ല, നിങ്ങളിൽ ടോർച്ചും ഇല്ല. നിങ്ങൾ അറിയാതെ നാമം വരും, ചിലരുടെയൊക്കെ മനസ്സിലെ ഗുരുവായൂരപ്പ എന്നൊക്കെയുള്ള വിളി വരും. അങ്ങനെ ആ സമയത്ത് ഗുരുവായൂരപ്പ എന്നൊക്കെ വിളി വരുമ്പോഴും ദൂരെ നിന്നൊരു വെളുത്ത വസ്ത്രം എടുത്തിട്ട് ഒരാളിങ്ങനെ വരുന്നത് നിഴലിൽ നമ്മൾ കാണുന്നതായിരിക്കുക. അപ്പൊ ഗുരുവായൂരപ്പ ഹരേ രാമ ഹരേ, പ്രേതാണോ ഗുരുവായൂരപ്പ? ഹരേ രാമ പ്രേതാണോ ഗുരുവായൂരപ്പ? ആ പ്രേതത്തിന്റെ ചിന്തയായിരിക്കും ഗുരുവായൂരപ്പനേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിലുണ്ടാവുക. കാരണം നമ്മുടെ മനസ്സിലൊരു ഓർമ്മയുണ്ട്, ഈ പ്രേതം എന്നൊക്കെ പറഞ്ഞാൽ വെളുത്ത വേഷത്തിലേ വരുള്ളൂ എന്നുള്ളത്. ഇതുപോലെ പരീക്ഷിത്ത് രാജാവ് ഹരേ രാമ എന്നൊക്കെ ചൊല്ലുമ്പോഴും മനസ്സിലേക്ക് തക്ഷകൻ ഇങ്ങനെ കടന്നു വരികയാണ്. അതേ അവരോട് ചോദിച്ചു, എങ്ങനെയാ തക്ഷകൻ പോവാ മനസ്സെന്ന്? അവരോട് മുറുക്കി ചൊല്ലിക്കൊള്ളുന്ന നാമെന്ന്. കണ്ണ് മുറുക്കി ചൊല്ലിയാൽ തക്ഷകൻ വരാതിരിക്കുമോ? അവർക്ക് വേണ്ട ഉത്തരം പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ല. അതാ പരീക്ഷിത്ത് രാജാവ് വളരെ ഭാഗ്യവാനാണ്, അനുഗ്രഹീതനാണ്, ധന്യനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുഗ്രഹീതമാക്കാൻ, ആ പരീക്ഷത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കാൻ ഈ ഭാഗവതം തന്റെ പിതാവിൽ നിന്നും കേട്ട 16 വയസ്സുള്ള ശ്രീശുക ബ്രഹ്മശ്രീ ആ ഹരിദ്വാറിലേക്ക് എത്തിച്ചേരുകയാണ്. തേജോമയമായ ആ രൂപം അവിടെ എത്തിച്ചേർന്നപ്പോൾ എല്ലാ മഹാത്മാക്കളും എണീറ്റു നിന്നു, നമസ്കരിച്ചു അദ്ദേഹത്തെ എന്നാണ്. പരീക്ഷിത്ത് രാജാവും ചെന്ന് നമസ്കരിച്ച് ഒരു ഉയർന്ന പീഠമൊക്കെ കൊടുത്തു എന്നാണ്. അവധൂത വേഷധാരിയായിട്ട് സ്ത്രീകളാലും കുട്ടികളാലും പരിവൃതനായിട്ട് ആ രൂപം വന്ന് അവിടെ ഇരുന്നപ്പോ പരീക്ഷിത്ത് രാജാവ് കാൽക്കൽ വീണുകൊണ്ട് ആ മഹാത്മാവിനോട് പറയുകയാണ്, ഞങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. കാരണം അങ്ങയെപ്പോലുള്ളൊരു മഹാത്മാവിനെ ഈ ശാപം കിട്ടിയിരിക്കുന്ന ഇവനെ കാണാൻ സാധിച്ചുവല്ലോ. പൊതുവെ ശാപം കിട്ടിയിരിക്കുന്നിടത്തേക്ക് ആരും പോവാറില്ല. ഞാൻ ഭാഗ്യവാനാണ്, എനിക്ക് അങ്ങയെ കാണാൻ സാധിച്ചുവല്ലോ, പരമഭാഗ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും എന്റെ മനസ്സിനൊരു മതിക്കുന്ന ചോദ്യം, വല്ലാതെ വേദനിപ്പിക്കുന്ന ചോദ്യമുണ്ട്. അതെന്താണ്? ആ പരീക്ഷിത്ത് രാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിക്കുന്നൊരു ചോദ്യം ഭാഗവതത്തിലെ 19-ാം അധ്യായത്തിൽ, 1-ാം സ്കന്ധത്തിൽ 19-ാം അധ്യായത്തിൽ
37 തുടങ്ങിയ ശ്ലോകങ്ങളിൽ നിങ്ങൾക്ക് കാണാം. അതപൃച്ഛാമി സംസിദ്ധ്യം യോഗിനാം പരമം ഗുരും പുരുഷസ്യേഹ യത്കാര്യം മ്രിയമാണസ്യ സർവഥാ. സർവദാ മ്രിയം, എപ്പോഴും മരണം അഭിമുഖീകരിക്കുന്ന ഞാൻ ആ മരണത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് പറഞ്ഞു തന്നാലും, തക്ഷക ചിന്തയെ എങ്ങനെ എനിക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കും അതെനിക്ക് പറഞ്ഞു തന്നാലും എന്ന് ചോദിക്കുകയാണ്. അഭിമുഖീകരിക്കാൻ സാധിക്കും, അത് പറഞ്ഞു തന്നാലും ഞാൻ എന്ത് കീർത്തിക്കണം, ഞാൻ എന്ത് ജപിക്കണം, ഞാൻ എന്ത് സ്മരിക്കണം എന്നെല്ലാം ഒന്ന് വിശദമാക്കി പറഞ്ഞു തരൂ ഏ മഹാത്മാവേ എന്ന് പറഞ്ഞ് പാദത്തിൽ വീണപ്പോ വളരെ സന്തോഷമായി ശ്രീശുക ബ്രഹ്മർഷിക്ക് ഭാഗവതം പറയുന്നു, കേവലം ഒരു പശുവിനെ കറക്കുന്ന നിമിഷം വരെ മാത്രമേ ഈ ശ്രീശുക ബ്രഹ്മർഷി ഒരിടത്തിരിക്കുള്ളൂ എന്നാണ്. അതായത് ഒരു 3-4 മിനിറ്റ്, അതിലപ്പുറം ഒരു സ്ഥലത്തതേരിക്കില്ല. എന്നാൽ പരീക്ഷിത് രാജാവിനെ ധന്യമാക്കാൻ വേണ്ടിയിട്ട്, ജീവിതം ധന്യമാക്കാൻ അദ്ദേഹം അവിടെ 7 ദിവസം അങ്ങോട്ടിരിക്കുകയാണ്. പരീക്ഷത്തിനോട് പറയാണ്, അങ്ങ് വളരെ വളരെ ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഒരുവിധം ആളുകൾക്കൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അവരതൊന്നും തുറന്നു പറയാറില്ല. ഒക്കെ മനസ്സിലിങ്ങനെ ഏറ്റിക്കൊണ്ട് നടക്കും. എന്നിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ കുഴപ്പമുണ്ടാക്കിയിട്ട്, ഓരോ വിഷമുണ്ടാക്കിയിട്ട്, പിന്നെ ഉറക്കമില്ല, പിന്നെ കിടത്തല്ല, കിടന്ന ഉറക്കം വരില്ല, എണീറ്റ ഉറക്കം വരും. ഇങ്ങനെ ഓരോ വിഷമങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് കൂടുതൽ ആളുകളും. എന്താ നിങ്ങളുടെ ഉള്ളിലൊരു വിഷമം? ഒന്നുമില്ല, ആരോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പറയണ്ട, ഏറ്റിക്കൊണ്ട് നടന്നോളൂ. എങ്ങനെ വിഷമങ്ങളൊക്കെ ഏറ്റിക്കൊണ്ട് നടന്ന് ആരോടും പറയാൻ പറ്റാതെ അങ്ങനെ ജീവിതത്തിൽ നരകം അനുഭവിക്കുന്നവരാണ് കൂടുതൽ ആളുകളും. പരീക്ഷത്തെ അങ്ങ് സത്യം തുറന്നു പറഞ്ഞു, മനസ്സിൽ ഭയമുണ്ടെന്നും അങ്ങയ്ക്ക് അതിനെ മറികടക്കണമെന്നും അങ്ങ് പറയണ്ടായി. തീർച്ചയായിട്ടും അങ്ങ് ഭാഗ്യവാനാണ്. കൂടുതൽ ആളുകളും അതൊന്നും ചിന്തിക്കാത്തതിന് കാരണം ആയുസിന്റെ നല്ലൊരു അംശം അവർ ഉറങ്ങിത്തീർക്കുന്നതാണ്. നമ്മുടെയൊക്കെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, എത്ര വയസ്സുണ്ട് നമുക്ക്, ആയുസ്സുണ്ട് നമുക്ക് എന്ന്. ഒരു ജീവിതത്തിൽ ഒരു 10-25 വയസ്സ് വരെ പഠിത്തവും കല്യാണമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി. ആ ഓട്ടവും ചാട്ടവും പാചലിലൊക്കെ കഴിഞ്ഞു പോയി എന്ന് പറയാണ്. കഴിഞ്ഞൊരു 20-25 വയസ്സ് മുതൽ ജീവിതം തുടങ്ങും. കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുടുംബമൊക്കെ ഈ വീടൊക്കെ വെച്ച് അങ്ങനെ ഒരു സുഖമായിട്ടുള്ള ജീവിതമൊക്കെ അങ്ങനെ ആസ്വദിച്ച് ജീവിക്കാന്നൊക്കെ വിചാരിക്കുമ്പോഴേക്കും പ്രസവിക്കാൻ തുടങ്ങും, മക്കൾ വരാൻ തുടങ്ങും. പിന്നെ അവരെ LKG UKG വളർത്തിക്കൊണ്ടുവന്ന് പിന്നെ അവരെക്കാളും കൂടുതൽ ഇപ്പം നമ്മൾ പഠിക്കുന്ന കാല മക്കൾ അത്ര പഠിച്ചില്ലെങ്കിലും അച്ഛനും അമ്മയും പഠിച്ചേ പറ്റുള്ളൂ. ഇന്ന് മിക്കവാറും LKG പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അമ്മ പഠിക്കണം. ടിങ്കിൾ ടിങ്കിൾ പറയണ മോനെ, അങ്ങനെ ഒരു 100 വട്ടം അമ്മ പറയും. അപ്പൊ അവൻ പറയും, അമ്മ റിപ്പീറ്റ് ചെയ്താൽ മതി, ഞാൻ കേട്ടോളാന്ന്. എന്നിട്ട് ഈ അമ്മ 100 വട്ടം റിപ്പീറ്റ് ചെയ്ത് അവർക്ക് ഇതൊക്കെ പഠിച്ചു കിട്ടുന്നല്ലാതെ ഈ കുട്ടി ഉണ്ടല്ലോ തറയി കേട്ടണോ ഇല്ല. ഇങ്ങനെയൊക്കെ ആ അമ്മ അച്ഛനും കഷ്ടപ്പെട്ടൊക്കെ മക്കളെ വളർത്തി അവരെയൊക്കെ ഒരു വഴിക്കാക്കുമ്പോഴേക്കും ഒരു 50 വയസ്സ് കണക്കായി. പിന്നെ അപ്പോഴേക്കും 50 വയസ്സായി കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യാൻ റെഡി ആയിക്കൊള്ളാം എന്നുള്ളതാണല്ലോ. പിന്നെ 51, 52, 53, 54, 55 എങ്ങനെയെങ്കിലുമൊക്കെ കടന്നുപോയി. 55 കഴിഞ്ഞാൽ റിട്ടയർ ചെയ്തു. പിന്നെ വീട്ടിലൊരിരിപ്പ്. അപ്പോഴേക്കും മക്കളൊക്കെ വളർന്ന് അവരൊക്കെ കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടുണ്ടാവും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ ഒരു വഴിക്ക് പോകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരിക വല്ലതും കിട്ടുമെന്ന് ചോദിക്കാനാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയും വീട്ടിൽ ഏകരായിട്ട്. എന്നിട്ട് ഇങ്ങനെ ഇനിയിപ്പോൾ അടുത്ത കുട്ടി ഇപ്പം എന്നാ വരിക, മൂത്ത കുട്ടി എന്നാ വരിക, അതിനുള്ള ഉണ്ണിയുടെ പിറന്നാൾ എന്താണ്, പൂന്താനം പറഞ്ഞ പോലെ അതിൽ ഉണ്ണി ഉണ്ടായി ഉണ്ണിയുടെ പിറന്നാൾ ആഘോഷിച്ച് അതൊക്കെ ചിന്തിച്ച് അങ്ങനെയൊക്കെ സമയം പോവാന്നല്ലാതെ ജീവിതത്തിൽ പിന്നെ ഇപ്പോൾ ഒരു സൗകര്യമുണ്ട്. TV ഒക്കെ വന്നതിന് ശേഷം ചാനലുകൾ മാറി മാറി നോക്കാം. അങ്ങനെയൊക്കെ ഒരു സൗകര്യമുണ്ട് ഇപ്പം നമുക്ക്. എന്ന് മാത്രമല്ല വേറൊരു സൗകര്യമുള്ളത് എന്താ വെച്ചാൽ ഇപ്പൊ കമ്പ്യൂട്ടർ വഴി ദൂരെയുള്ള മക്കളെ കയറ്റി ഇന്റർനെറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർനെറ്റ് കഫേയായിട്ടും അതുപോലെ ബ്രൗസിങ് അതൊക്കെ ചെയ്ത് അവരായിട്ട് ചാറ്റ് ചെയ്യാം നമുക്ക്. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളിലൂടെ ഇപ്പൊ മക്കളോടൊക്കെ എന്നും വർത്തമാനം പറയുന്ന അച്ഛനും അമ്മമാരും ഉണ്ട്. എങ്ങനെയാണ് വർത്തമാനം പറയുന്നത്? ഇന്റർനെറ്റ് കൂടെ. അവനാഴ്ച തീരെ സമയമില്ല ഇതിനൊന്നും. പിന്നെ നെറ്റ് വഴിയുള്ള ബന്ധം എന്നൊക്കെ പറയാം. നേരിട്ടുള്ള ബന്ധങ്ങളൊക്കെ വളരെ വളരെ കുറഞ്ഞു വരികയാണ്. അങ്ങനെയൊക്കെ നമ്മൾ ഈ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ഈ ജീവിതത്തിന്റെ വൈഷമ്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിവർത്തിക്കുക? ആർക്കും ആ ചിന്തനമില്ല. എന്നാൽ പരീക്ഷത്തെ അങ്ങ് ചിന്തിച്ചിരിക്കണം. അതിനുള്ള മാർഗം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം അതീതവന്ധ്വാപരാധോ പിതൃദ്വൈവായനാദഹം. ഞാൻ ഈ ഭാഗവതത്തെ അങ്ങയ്ക്ക് പറഞ്ഞു തരാം. എന്റെ പിതാവിൽ നിന്നും
ഞാൻ കേട്ടിട്ടുള്ള ഭാഗവതം എനിക്ക് തോന്നുന്നു അങ്ങയുടെ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണെന്ന്. അങ്ങനെ ഞാൻ ഭാഗവതം അങ്ങയ്ക്ക് വിസ്തരിച്ച് 7 ദിവസം കൊണ്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോ പരീക്ഷിത്ത് രാജാവ് ചോദിക്കുകയാണ്, 7 ദിവസം കൊണ്ടൊക്കെ കേട്ടാ എന്റെ ഉള്ളിലത്തെ ഭയം പോവുമെന്നു. ഉടനെ പറഞ്ഞു, അങ്ങയുടെ പൂർവികരിൽ പൂർവികനായ ഒരു രാജാവായിരുന്നു ഖഡ്വാങ്കൻ എന്ന് പറയുന്ന ചക്രവർത്തി. അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഒരു ജീവിതത്തിന്റെ 2 നിമിഷങ്ങളെ കൊണ്ടത്. പിന്നുണ്ട് 7 ദിവസത്തെ പ്രശ്നം അങ്ങയ്ക്ക് എന്ന് പറഞ്ഞപ്പോ അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്, 7 ദിവസം എങ്ങനെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്ന് പറഞ്ഞപ്പോ പറയുകയാണ്, ജിതാസനോ ജിതശ്വാസോ ജിതസംഗോ ജിതേന്ദ്രിയ സ്ഥൂലേ ഭഗവതോ രൂപേ മനസ്സന്താരേദ്യ വിശേഷസ്തസ്യ ദേഹോയം സ്ഥവിഷ്ടസ്യ സവീയസാം എത്രേതം ദൃശ്യതേ വിശ്വം ഭൂതം ഭവ്യം ഭവത്സസൽ. 4 കാര്യങ്ങൾ ചെയ്താൽ അങ്ങക്ക് ഈ ഭാഗവതം തലയിലേക്ക് കയറും. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം, ജിതാസനനായിട്ടിരിക്കുക. 7 ദിവസം ഇത് കേൾക്കും എന്ന് മനസ്സുകൊണ്ട് അങ്ങോട്ട് പ്രതിജ്ഞ ചെയ്യുക. അതൊരു കഴിവൊക്കെ വേണേ, 7 ദിവസം ഞാനത് കേൾക്കും എന്നുള്ളത്. അപ്പോ 7 ദിവസം ഞാൻ കേട്ടേ അടങ്ങുള്ളൂ എന്നങ്ങോട്ട് മനസ്സിൽ നിശ്ചയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് തലയിലേക്ക് കയറും. ഇപ്പോൾ നമ്മളൊക്കെ ഈ ഒഴിവ് നോക്കിയിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ഒഴിവ് നോക്കി കയറുമ്പോൾ ഒഴിവിനും കഴിവിനനുസരിച്ച് ഉള്ളിലേക്ക് സംഗതി കയറുള്ളൂ. അത്രയ്ക്ക് അതിന്റെ തീവ്രത ഉണ്ടാവുള്ളൂ പറയാണ്. നമ്മളത് നിശ്ചയിച്ചങ്ങോട്ട് ഇരുന്നു കഴിഞ്ഞാലല്ലോ തീർച്ചയായിട്ടും അത് നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കും. നമ്മൾ അനുവദിക്കണം. അനുവദിക്കാത്തൊരു സംഗതി നമ്മുടെ ഉള്ളിൽ കയറില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുക, ഇപ്പൊ ഒരാഴ്ചക്കെന്ന് പറഞ്ഞാൽ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ, അതിന്റെ ഇടയ്ക്ക് എങ്ങനെ ഭാഗവതം പോയി കേൾക്കുക, പോട്ടെ എന്നാലും കുറച്ചു നേരമൊക്കെ പോയി കേൾക്കാം, ഒരു അരമണിക്കൂറൊക്കെ പോയി കേൾക്കാന്നൊക്കെ വിചാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ കേൾക്കാൻ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വേണ്ട രീതിയിൽ കയറില്ല. കുറച്ചെന്തെങ്കിലും കയറിയാലായി. അപ്പൊ അങ്ങനെ ഒരു ദൃഢനിശ്ചയം ചെയ്യണം, ജിതാസനനായിരിക്കണം എന്ന് പറയണം. രണ്ടാമത്തത് ജിതശ്വാസോ, ശ്വാസത്തെ ജയിക്കണം. ശ്വാസത്തെ ജയിക്കുക, ശ്വാസം ഇല്ലാതിരിക്കുക എന്നാണ് അർത്ഥം. എന്നാ പിന്നെ ആരും ഇവിടെ ഇരിക്കില്ലല്ലോ. ജിതശ്വാസം എന്ന് പറഞ്ഞാൽ പരിഭ്രമങ്ങളൊന്നും ഇല്ലാതിരിക്കണം എന്ന് പറയാണ്. ഈ ശ്വാസം പരിഭ്രമം വരുമ്പോൾ ശ്വാസത്തിന്റെ വേഗതയൊക്കെ കൂടും. എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ ഇരിക്കുമ്പം ഇവിടുത്തെ കാര്യങ്ങളിൽ മാത്രം മനസ്സ് വയ്ക്കുക. അത് കഴിഞ്ഞാൽ ആ സമയത്ത് ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ ചിന്തിക്കരുത്. അയ്യോ ഇപ്പം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മക്കളിപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭർത്താവ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, ഞാനൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അദ്ദേഹം എടുത്ത് കഴിക്കൂ. അടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഏതാടുത്ത് കഴിക്കുക, പഴയതെടുത്ത് കഴിക്കുമോ പുതിയതെടുത്ത് കഴിക്കുമോ, വീട്ടിൽ പഴയത് പലത് സ്റ്റോക്ക് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ചിന്തകളൊക്കെ മനസ്സിൽ വന്ന് ഇവിടെ ഇരുന്ന് ഇവിടെ എന്താ കേൾക്കുകയാണ് നമ്മൾ ഭാഗവതം. പക്ഷെ മനസ്സ് ഇവിടെ ഇരിക്കുന്നത് മിനിയാനത്തെ ഇന്നലത്തെ ഇഡ്ഡലിയിലായിരിക്കും. അതെടുത്ത് വെച്ചതും പിന്നെ ഇന്നലത്തെ മിനിയാത്തൊക്കെ സാമ്പാറുണ്ടെങ്കിൽ ആ കാര്യങ്ങളും ഈ ചിന്തകളൊക്കെ മനസ്സിലിരിക്കും. ആ ജോലിക്കാരി വന്നിട്ടുണ്ടാവോ, ആ കുട്ടി വാതിൽ തുറന്നു പോയിട്ടുണ്ടാവോ, ആ ജനവാതിൽ തുറന്നിട്ടുണ്ടാവോ, അല്ലെങ്കിൽ എറണാകുളത്ത് കള്ളന്മാരുടെ ശല്യമാണ്, ഇനിയിപ്പോ വാതിൽ എവിടെ താക്കോല് വെച്ചിട്ടുണ്ടാവോ, അടുത്ത വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടാവോ. ഇവിടെ എന്താണ് ചതുശ്ലോകി ഭാഗവതം പറയുകയാവും. അവിടെ താക്കോലും വീട് തിരിക്കുകയാണ്. മനസ്സ് അവിടെ ഇരിക്കുന്നവരെയാണ്. ആ മനസ്സിന്റെ സ്വഭാവമാണത്. ഒരിക്കല് ഇങ്ങനെ ഈ സ്ഥലത്ത് ഭാഗവത സപ്താഹം ഇങ്ങനെ നടക്കുകയാണ്. ഭാഗവത സപ്താഹമൊക്കെ കഴിഞ്ഞ് എല്ലാം അവസാനിപ്പിച്ചപ്പോ എല്ലാവരും ഇങ്ങനെ എണീറ്റ് വളരെ ഭക്തിയാദരവോടുകൂടിയിട്ട് ദക്ഷിണയൊക്കെ കൊടുത്ത് അവര് യജ്ഞപ്രസാദമൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ ഇടയിൽ ഒരമ്മ ഇരുന്ന ഇരിപ്പിൽ ഇങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട്. കണ്ണിലൊക്കെ നിറയെ വെള്ളം വന്ന് പാവം എണീക്കാൻ തന്നെ വയ്യ. അപ്പൊ ഈ സപ്താഹം നടത്തിയ ആചാര്യം വിചാരിച്ചു, പാവം ആ കൃഷ്ണഭക്തിയിൽ ഭഗവാന്റെ ഇതൊക്കെ പറഞ്ഞല്ലോ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ വിട്ടുപോയതും അതൊക്കെ പറഞ്ഞുകൊണ്ട് ദുഃഖം കൊണ്ട് അവരിങ്ങനെ കരയാണെന്ന്. അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ അമ്മ ഇങ്ങനെ കണ്ണുനീര് വാർത്തുകൊണ്ട് ഭാഗവതത്തിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആചാര്യൻ ചോദിച്ചു, അമ്മേ എന്തായാലും ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ, ലോകത്ത് നടക്കാനുള്ളതൊക്കെ നടക്കില്ലേ, അതുകൊണ്ട് എന്താ അമ്മ ഭക്തിയിലാണ് കരയുന്നതെങ്കിൽ വീട്ടിൽ ചെന്ന് കരഞ്ഞാൽ പോരെ, ഇപ്പൊ എല്ലാവരും എണീറ്റ് പോയില്ലേ, അമ്മ ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് കാര്യമുണ്ടോന്ന്, എന്താ കരയാൻ കാരണം എന്ന്. അപ്പൊ അവര് പറയാണ്, ഞാൻ ഭക്തി കൊണ്ടൊന്നല്ല കരയുന്നതെന്ന്, പിന്നെന്താ കരയണതെന്ന്, എനിക്കുണ്ടല്ലോ ഭാഗവതം പൊതിഞ്ഞ പട്ടിങ്ങിട്ട് അഴിക്കുമ്പോ അന്ന് എന്റെ ഭർത്താവ് മരിക്കുമ്പം ആ വസ്ത്രം ഇട്ടത് ഇങ്ങനെ അഴിക്കുന്നത് പോലെ തോന്നുന്നു. ഭർത്താവ് മരിച്ചിട്ട് എത്ര പോലെ 40 വർഷമായിട്ടുള്ളൂ എന്ന് നോക്കണേ. 40 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചിട്ട് ആ ബോഡി പൊതിഞ്ഞ ആ തുണി എടുത്തു മാറ്റുന്നതാണ് ഇവർക്ക് ഈ ഭാഗവതം പൊതിഞ്ഞിരിക്കുന്ന പട്ടെടുത്ത് അഴിച്ചു മാറ്റുമ്പോൾ തോന്നുന്നത് പറഞ്ഞാൽ ഇതിനെന്താ പറയാ, തോന്നിവാസം അല്ലാതെ ആ 40 വർഷത്തെ ചിന്തയിലാണ് ഇപ്പോഴും അവരിയ്ക്കുന്നത്. ഇതാണ് മനുഷ്യ മനസ്സിന്റെ അവസ്ഥ പറയാണ്. അതുകൊണ്ട്
ജിതശ്വാസവും എന്ത് നടന്നാലും പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അങ്ങോട്ട് പോകരുത് എന്നാണ്. ഒരാഴ്ച എന്താ സംഭവിക്കുക നോക്കാലോ. അങ്ങനെയൊക്കെ നമ്മളിടയ്ക്ക് ബദ്രീനാഥിലൊക്കെ പോകുമ്പം നമ്മുടെ കൂടെ വരുന്ന ആളുകളോട് പറയാറുണ്ട്, ഒരാഴ്ച നിങ്ങൾ ആർക്കും ഫോണൊന്നും ചെയ്യണ്ട, ഒക്കെ വിട്ടേക്കും നിങ്ങൾ. അയ്യോ സ്വാമി, ഭാര്യ മക്കള്, നിങ്ങളുടെ ഭാര്യ ആരുടെ കൂടെയും പോകില്ല, അവിടെ തന്നെ ഉണ്ടാവും. ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചെത്തില്ലേ വീട്ടില്, അവരുണ്ടായിരിക്കുന്നു. അല്ല സ്വാമി, അതൊന്നും പറ്റില്ല എന്ന്. ഒരാഴ്ച നിങ്ങൾ ഫോൺ ചെയ്യാതിരുന്നാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അതെന്താ മനസ്സിലാവുക? നിങ്ങളില്ലെങ്കിലും നിങ്ങളുടെ ഭാര്യയും മക്കളും ജീവിക്കുന്നുള്ള പരമാർത്ഥം. ആരും ഇന്നേ വരെ ഒരാൾ പോയത് കൊണ്ട് കൂടെ പോവാൻ തയ്യാറായിട്ടില്ല. പണ്ട് ഹിന്ദുമതത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു, കൂടെ പോവാൻ തയ്യാറായില്ല, പക്ഷെ പിടിച്ച് അതിലേക്ക് ഇടായിരുന്നു. അതിനെയാണ് സതി എന്ന് പറയുക. മനസ്സിലായില്ലേ? ഇന്നിപ്പോ അങ്ങനെ സതി ഉണ്ടെങ്കിൽ നല്ല കേമായി. ഭർത്താവ് മരിച്ച ഉടനെ തന്നെ ഭാര്യയെ പിടിച്ചിട്ട് തീയിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ ആ തീയിലേക്ക് ഇടുന്നവനെ ആദ്യം കഴുത്ത് പിടിക്കുക ആൾക്കാർ. അപ്പൊ അന്ന് അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു ഈ ഭാരതത്തിൽ. ഇന്നിപ്പോ അങ്ങനെ സംസ്കാരത്തിന് ഇല്ല. അതുകൊണ്ട് ആരും പോകാൻ തയ്യാറുമില്ല. അപ്പൊ ഒരാഴ്ച നിങ്ങൾ ഫോൺ ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ഭാര്യയും മക്കളും ഒന്നും സംഭവിക്കില്ല, അവരതുപോലെ തന്നെ ഇരിക്കും. പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അതൊക്കെ തോന്നണ്ട, എത്തിരിയൊക്കെ ബുദ്ധി വേണ്ടേ? മനസ്സിലങ്ങോട്ട് തോന്നില്ല. മനസ്സിന്റെ ആ ഒരു ഇമോഷനൊക്കെ നമ്മളെ വീണ്ടും അതിലേക്ക് പിടിച്ചു കൊണ്ടുവരുന്നു പറയാം. ഏതായാലും പരീക്ഷത്തെ അങ്ങ് ഭാഗ്യവാനാണ്. അങ്ങക്കിപ്പോ ആ പരിഭ്രമമൊന്നും ഇല്ല എന്ന് വിചാരിക്കട്ടെ. ഇനിയിപ്പോ ജനമേജയൻ എങ്ങനെ ഭരിക്കും, അയാളെ കല്യാണം, അയാളുടെ കുട്ടികൾ, ആ ചിന്തകളൊന്നും വേണ്ട. ഇവിടെ ഇങ്ങോട്ട് മനസ്സ് വയ്ക്കുക ഒരാഴ്ച. അത് കഴിഞ്ഞിട്ടോ ജിതസംഘം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സംഘം. നല്ല സംഘത്തിൽ മനസ്സിനെ ഉറപ്പിക്കുക എന്ന് വെച്ചാൽ എന്താണ്? നല്ലതൊക്കെ കേൾക്കാൻ മനസ്സിനെ പ്രേരിപ്പിക്കുക, മനസ്സിനെ പരിശീലിപ്പിക്കുക. ഇത്രയും കാലം മനസ്സ് ഏതുമായിട്ടാണോ സംഘം ചെയ്തത്, ഏത് ചിന്താഗതികളുമായിട്ടാണോ മനസ്സിന്റെ സംഘം, ആ സംഘത്തിൽ നിന്ന് മനസ്സിനെ മാറ്റിക്കൊണ്ട് നല്ലതിലേക്ക് മനസ്സിനെ കൊണ്ടുവന്ന് അതുമായിട്ട് സംഘം ചെയ്യാൻ പ്രേരിപ്പിക്കുക. ജിതസംഘോ ജിതേന്ദ്രിയ, ജിതേന്ദ്രിയനായിരിക്കുക. ജിതേന്ദ്രിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാത്തതൊന്നും സന്താഹത്തിന് വരുമ്പോൾ വർത്തമാനം പറയാൻ സമ്മതിക്കരുത് മനസ്സിനെ. ഇവിടെ വരുമ്പോഴും നമ്മൾ ചോദിക്കുകയാണ്, ഈ സാരി നന്നായിട്ടുണ്ടല്ലോ, ഇത് എവിടുന്നാ വാങ്ങിച്ചത്, നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ മാല നന്നായിട്ടുണ്ട്, ഈ വള നന്നായിട്ടുണ്ട്, ഇതിന്റെ ഫാഷൻ വളരെ നന്നായിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടും വളയെക്കുറിച്ചും മാലയെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ആ കാര്യം വെറുതെയാണെന്ന് പറയാണ്. ആ മനസ്സ് അത്രയും അതിലേക്ക് വീണ്ടും പോകുമെന്ന് പറയാണ്. അതുകൊണ്ട് ജിതേന്ദ്രിയ, നാവിനെ നല്ലവണ്ണം നിയന്ത്രിക്കണം. നാവിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ടാത്തത് കഴിയണം പറയാൻ സമ്മതിക്കരുത് മനസ്സിനെ. ഒരാഴ്ച ഒരു സാധനയായിട്ട് തീർക്കുക എന്ന് പറയുക. നീ രണ്ടാമത് ഭക്ഷണം കഴിക്കുമ്പോഴും ജിതേന്ദ്രിയനായിട്ടിരിക്കുക. ദിവസവും അച്ചാറും തൈരും കൂട്ടി കഴിക്കുന്നവരായിരിക്കും കൂടുതൽ ആളുകൾ. അപ്പം സപ്താഹത്തിന് അച്ചാറും തൈരൊന്നും കിട്ടിക്കോളുന്നില്ല. മനസ്സിനോട് പറയാം, എന്താ കിട്ടിയേച്ചാൽ ഞാൻ അങ്ങോട്ട് കഴിക്കാൻ നിശ്ചയിച്ചിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സിന്റെ ക്ഷോഭങ്ങളൊക്കെ കെട്ടടങ്ങുന്ന പറയാണ്. എങ്ങനെയൊക്കെ അഭ്യസിക്കാൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ രാജൻ ഈ പറയുന്നതൊക്കെ എളുപ്പം അങ്ങേക്ക് തലയിൽ കയറും. പിന്നെ പറയുന്നു, അങ്ങ് മനസ്സുകൊണ്ട് എന്ത് ചെയ്യണം? മനസ്സന്താരയേത്, മനസ്സുകൊണ്ട് ധാരണ ചെയ്യൂ, ഭഗവാനെ അങ്ങ് ഭാവന ചെയ്യൂ പറയണം. പിന്നെ ഭഗവാന്റെ സ്ഥൂല രൂപത്തെ വർണ്ണിക്കുകയാണ് ഒന്നാമത്തെ അധ്യായത്തിൽ. പാതാളമേതസ്യ പാദമൂലം പടന്തി വാർഷ്ണി പ്രഭദേരസാതലം മഹാതലം വിശ്വസൃജോദഗുൽഫോ തലാതലം വൈ പുരുഷസ്യ ജംഗേ. ഭഗവാന്റെ പാദങ്ങൾ പാതാളമാണ്. അവിടെ നിന്നും ഓരോ അംഗങ്ങളായി പറഞ്ഞ് ഈ വിശ്വരൂപം മുഴുവൻ ഭഗവാനാൽ വ്യാപിച്ചിരിക്കുന്നു. ഈ ലോകം മുഴുവൻ ഒരു വിശ്വരൂപത്തിൽ ഒതുങ്ങി ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാന്റെ രൂപത്തെ വിസ്തരിക്കണം. ഇപ്പൊ നമ്മളോട് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. കാരണം പാതാളം മുതൽ ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല. നമ്മളോട് പറയുകയാണെങ്കിൽ ശംഖചക്ര ഗദാധാരിയിരിക്കുന്ന വനമാലയും പീതാംബരവും ധരിച്ചിരിക്കുന്ന രൂപം എന്നൊക്കെ പറയണം. ഏതായാലും അങ്ങനെ ഒരു രൂപത്തെ മനസ്സിൽ ഭാവന ചെയ്തുകൊണ്ട് അങ്ങ് മറ്റൊന്നും ചിന്തിക്കാൻ സമ്മതിക്കാതെ ഞാൻ പറയുന്നത് അങ്ങ് ശ്രദ്ധാപൂർവം കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് ആ രാജാവിനോട് ഭഗവാനെ രൂപത്തോടുകൂടി ധ്യാനിക്കാൻ പറഞ്ഞപ്പോ എത്ര കാലം ഇങ്ങനെ ധ്യാനിക്കണമെന്ന് പറയുകയാണ്, ചോദിക്കാൻ അദ്ദേഹം പറഞ്ഞു. എപ്പോ അങ്ങയുടെ മനസ്സ് സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തെ മനസ്സിലാക്കി ദൃഢമാക്കി ഉറപ്പിക്കാൻ സാധിക്കുന്നു, അത്രയും കാലം മനസ്സുകൊണ്ട് ഭഗവാന്റെ സ്ഥൂല രൂപത്തെ ധ്യാനിക്കണം. അവൻ മനസ്സ് സ്ഥൂലത്തെ വിട്ട് സൂക്ഷ്മത്തിലേക്ക് കടക്കണം. എന്ന് വെച്ചാൽ എന്താണ്? ഈ ശരീരം നിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം മനസ്സുകൊണ്ടാണെന്നും എപ്പോ മനസ്സ് പ്രവർത്തനം നിന്നോ പിന്നെ ഈ ശരീരത്തിലൂടെ നമുക്ക് ഒരു അനുഭവങ്ങൾ അനുഭവിക്കാൻ സാധ്യമല്ലെന്നും
എല്ലാം മനസ്സിനെ ആശ്രയിച്ചിട്ടാണ് നടക്കുന്നതൊക്കെ ഉള്ള സൂക്ഷ്മമായ അറിവ് നമ്മുടെ ഉള്ളിൽ ദൃഢമായി തീരുന്നത് വരെ ഭഗവാന്റെ രൂപത്തെ നിങ്ങൾ ധ്യാനം ചെയ്യൂ എന്ന് പരീക്ഷത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇത് കേട്ടപ്പോൾ പരീക്ഷത്ത് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ ലോകത്തെ ഭഗവാൻ സൃഷ്ടിച്ചത്? നമ്മളൊക്കെ വന്നുകൊണ്ടല്ലേ കുഴപ്പമുണ്ടായത്? ആരും വന്നില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഈ ലോകത്തിൽ ഉണ്ടാവില്ലായിരുന്നു. എന്തിനാണ് നമ്മളൊക്കെ ഇങ്ങോട്ട് പടച്ചു വിട്ടത് ഭഗവാന്? ഉടനെ തന്നെ പരീക്ഷത്ത് രാജാവിന്റെ ഈ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് ശ്രീശുക ബ്രഹ്മർഷി. പറഞ്ഞു, വാസ്തവത്തിൽ ഭഗവാനൊന്നും അല്ല ആരെയും സൃഷ്ടിച്ചത്. ഏതായാലും സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് നാളെ രാവിലെ വിസ്തരിച്ച് കാണാം. പറ്റിയ സമയമുണ്ടെങ്കിൽ എന്ന് തന്നെ കാണാം. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാണ് എന്ന് പറയാണ്. എല്ലാ മനസ്സുകളും കൂടി ചേർന്നിരിക്കുന്ന ശക്തിയാണ് ബ്രഹ്മാവെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ബ്രഹ്മാവെന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. എല്ലാ മനസ്സും ചേർന്ന് കഴിഞ്ഞാൽ അതിനെ ബ്രഹ്മാവെന്ന് വിളിക്കും. സമഷ്ടി മനസ്സിന്റെ പ്രതിനിധിയാണ് ബ്രഹ്മാവ്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും കയ്യിൽ ടെലിഫോൺ ഉണ്ട് ഇല്ലേ? ഈ ടെലിഫോണുകളൊക്കെ പ്രവർത്തിക്കുന്നത് ഒരു എക്സ്ചേഞ്ചിലൂടെയാണ്. ഈ എക്സ്ചേഞ്ചുകളൊക്കെ പ്രവർത്തിക്കുന്നത് ഒരു സാറ്റലൈറ്റിലൂടെയാണ്. ആകാശത്തിലുള്ള ഒരു സാറ്റലൈറ്റിലൂടെയാണ് ഇന്ത്യയിലുള്ള കോടിക്കണക്കിന് സാറ്റലൈറ്റുകൾ പ്രവർത്തിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, സൂക്ഷ്മതയിലേക്ക് പോകും തോറും എല്ലാം ഒന്നായിത്തീരുന്നു. ഇതുപോലെ എല്ലാവരുടെയും മനസ്സ് ഒന്നായിത്തീർന്ന ആ ഒരു തലത്തിനെയാണ് എന്ത് പറയുക? ബ്രഹ്മാവെന്ന് പറയുന്നത്. അപ്പൊ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് ബ്രഹ്മാവാണ്. ആ ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ് നാരദ മഹർഷി. അപ്പൊ ഒരിക്കലും നാരദ മഹർഷി ധ്യാനനിരതരായിരിക്കുന്ന പിതാവിനോട് ചോദിക്കുകയാണ്, പിതാവേ, അങ്ങല്ലേ ലോകം സൃഷ്ടിക്കുന്നത്? അതേ പുത്ര, പിന്നെ അങ്ങ് ആരെയാണ് കണ്ണടച്ച് ധ്യാനിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറയാണ്, എന്റെ കുട്ടി, ആദ്യം എനിക്കും തോന്നിയത് ഞാനാണ് ഈ ലോകത്തേക്ക് സൃഷ്ടിക്കുന്നത് എന്നാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ഞാനാണ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതെങ്കിലും ഞാൻ ഇരിക്കുന്ന താമര സൃഷ്ടിച്ചത് ഞാനല്ല എന്നുള്ളത്. അപ്പൊ എന്റെ കണ്ണ് താമരയിലേക്ക് പോയി എന്നാണ്. അപ്പൊ ചോദ്യം വന്നു, ആരാ ഈ കുന്ത സൃഷ്ടിച്ചത് എന്നുള്ളത്? അത് ഞാനല്ലല്ലോ സൃഷ്ടിച്ചത്. അപ്പൊ അപ്പുറത്ത് തന്നെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഒരാളുണ്ടല്ലോ എന്ന്. ഞാനെന്ത് ചെയ്തു? താമരയുടെ ഉള്ളിലൂടെ അതിന്റെ രഹസ്യം കണ്ടെത്താൻ ഇറങ്ങിച്ചെന്നു. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേട്ടു, 1621 1621 എന്ന്. ബ്രഹ്മാവ് നല്ലവണ്ണം മാത്സ് പഠിച്ചതുകൊണ്ട് അദ്ദേഹം ഡിക്ഷണറി എടുത്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തെ മനസ്സിലായി 16 എന്ന് പറഞ്ഞാൽ ത എന്നും 21 പറഞ്ഞാൽ പ എന്ന ശബ്ദമാണ്. അപ്പൊ തപാ 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 എന്നാണ് അർത്ഥം എന്ന് മനസ്സിലായി. എന്ന് വെച്ചാൽ ഇനി ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ ലേശം തപസ് വേണമെന്ന് മനസ്സിലായി. അതൊന്നുകൂടി ഞാൻ തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്ത് മനസ്സ് സൂക്ഷ്മമായി ഞാൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നപ്പോ എന്റെ നാരദ കാണുന്നത് എന്താണെന്നറിയൂ? 1000 പണങ്ങളുള്ള ഒരു അനന്തമൂർത്തിയും അതിന്റെ മുകളിൽ അങ്ങനെ ശയിക്കുന്നു ആദിനാരായണ സ്വാമി. അദ്ദേഹത്തിന്റെ പൊക്കിളിൽ നിന്നൊരു താമരപ്പൂ പുറത്തു വരുന്നു. ആ താമരപ്പൂവിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോ എന്റെ പിന്നിലും ഒരു ശക്തിയുണ്ടെന്ന ബോധ്യം എനിക്ക് വന്നു. നാരായണ ശക്തിയിലാണ് ഇരിക്കുന്നതെന്ന ബോധ്യം വന്നതും ഞാൻ അവിടെ വെച്ച് ആ ആദിനാരായണന്റെ ആദിശേഷന്റെ മുകളിൽ ശയിക്കുന്ന ആദിനാരായണനെ കൈകൂപ്പി തൊഴുതുകൊണ്ട് അങ്ങോട്ട് സ്തുതിച്ചു എന്നാണ്. ഭഗവാന്റെ ഓരോ അവതാരങ്ങളും പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയെ അനുഗ്രഹിച്ച അവതാര രൂപങ്ങളെടുത്ത ഭഗവാനെ അവിടുന്ന് ഇന്നിതാ എനിക്ക് പ്രത്യക്ഷനായി തീർന്നിരിക്കുന്നു, ഈ ഉള്ളവൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോ ബ്രഹ്മാവിന്റെ തപസ്സിലും ബ്രഹ്മാവിന്റെ ഭക്തിയിലും പ്രീതനായ ഭഗവാൻ അവിടെ വെച്ച് ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗമാണ് ചതുശ്ലോകി ഭാഗവതം. ശ്രീമൽ ഭാഗവതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. 2ാമത്തെ സ്കന്ധത്തിൽ 9ാമത്തെ അധ്യായത്തിൽ 32, 33, 34, 35 ശ്ലോകങ്ങളുള്ള ചതുശ്ലോകി ഭാഗവതത്തിന്റെ വിത്ത് ഈ 4 ശ്ലോകമാണ്. 18,000 ശ്ലോകങ്ങളുള്ള ഭാഗവതം വിപുലീകരിച്ചത് ഈ 4 ശ്ലോകത്തിൽ നിന്നാണ്. അത് പറഞ്ഞുകൊടുത്തതോ ആദിനാരായണ സ്വാമി തന്റെ പരമഭക്തനായിരിക്കുന്ന തപോനിഷ്ഠനായിരിക്കുന്ന ബ്രഹ്മാവിന് പറഞ്ഞുകൊടുത്തു എന്നാണ്. ബ്രഹ്മാവ് അതിനെ നാരദർക്ക് പറഞ്ഞു കൊടുക്കണു, നാരദർ അതിനെ വ്യാസർക്ക് പറഞ്ഞു കൊടുക്കുന്നു, വ്യാസർ അതിനെ ശ്രീശുക ബ്രഹ്മർഷിക്ക് പറഞ്ഞു കൊടുത്തപ്പോ ശ്രീശുക ബ്രഹ്മർഷി അതിനെ പരീക്ഷിത്ത് രാജാവിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് സൂതൻ ശൗനകാദികളോട് റിപ്പോർട്ട് ചെയ്യുന്ന ഭാഗമായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഏതായാലും ആ ഭാഗങ്ങളിലേക്കാണ് നമുക്ക് കടക്കാനുള്ളത്. അത് ചായയ്ക്ക് ശേഷം നമുക്ക് നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.